ഇത് ഒരു ഭൂഗോളമല്ല, പക്ഷേ ഭൂഗോളത്തിൻ്റെ സ്പന്ദനം മുഴുവൻ ഇതിലുണ്ട്. ഫുട്ബോൾ അത് മതമാണ്, വികാരമാണ്. ഇന്ന് ഫുട്ബോൾ സ്പെഷ്യലാണ്. മലയാളിയുടെ വർത്തമാനകാലത്തിൻ്റെ വർത്തമാനം. കേരള സമിറ്റ് വീണ്ടും പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഫിഫയും യൂറോപ്പയും ലാറ്റിൻ അമേരിക്കൻ വസന്തങ്ങളുമെല്ലാം കളിക്കളത്തിലിറങ്ങുമ്പോൾ ഇന്ത്യയുടെ പതാകയ്ക്കു വേണ്ടി കുതിക്കുന്ന എത്രയോ ജന്മങ്ങൾ ഇവിടെയുണ്ട്. സ്വന്തം നാടിൻ്റെ കൊടിപിടിക്കാനാവാതെ ഫ്രാൻസിൻ്റെയും അർജന്റീനയുടെയും ബ്രസീലിൻ്റെയും എല്ലാം കൊടിപിടിക്കേണ്ടി വരുന്നവരുടെ ഗതികേട്. എങ്കിലും നമ്മൾ ഫുട്ബോളിനെ സ്നേഹിക്കുന്നു. മലയാളിയുടെ മാറഖാന സ്റ്റേഡിയം മഞ്ചേരിയിൽ തുടക്കം കുറിച്ചു. ഇവിടെ ആദ്യം പന്തുരുണ്ടു, വിസിൽ മുഴങ്ങി. രക്ഷപ്പെടുമോ കേരളത്തിൻ്റെ ഫുട്ബോൾ ചരിത്രം? ഇവിടെ മാറ്റി എഴുതാൻ സാധിക്കുമോ ഇന്ത്യയുടെ ഫുട്ബോൾ ചരിത്രം? ഇന്ത്യയുടെ തന്നെ ഫുട്ബോൾ വസന്തത്തിൽ നിന്ന്, കാൽപ്പനിക വസന്തത്തിൽ നിന്ന് മലയാളി ഇറങ്ങിപ്പോകുന്ന കാലമാണ്. തിരിച്ചു വരാനാകുമോ? തിരിച്ചു പിടിക്കാനാകുമോ മലയാളിക്ക് ആ ഫുട്ബോൾ പ്രതാപകാലം? അന്വേഷിക്കുകയാണ് കേരള സമിറ്റ്. ഇങ്ങനെ മതിയോ നമ്മുടെ ഫുട്ബോൾ? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇവരാണ്. ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി, മുൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ക്യാപ്റ്റനുമായ ശ്രീ മങ്കട സുരേന്ദ്രൻ, കേരള ഫുട്ബോൾ അസോസിയേഷൻ ട്രഷറർ ശ്രീ അഷ്റഫ് പി, പ്രശസ്ത സ്പോർട്സ് ലേഖകൻ ശ്രീ ഭാസി മലാപ്പുറം, 7th Stream മാനേജേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ആർ വിനയൻ, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ ഷിറാഷ്, ഓൾ കേരള സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ ജനറൽ കൺവീനർ ശ്രീ സൂപ്പർ ബാവ, മഞ്ചേരി മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ അസൈൻ കാരാട്ട്, മാധ്യമപ്രവർത്തകൻ ശ്രീ രാജൻ പരുത്തിപ്പറ്റ, ഒപ്പം ഫുട്ബോൾ പ്രേമികളായ മഞ്ചേരി നിവാസികളും. ശ്രീ അഷ്റഫ്, ഇന്ത്യൻ ഫുട്ബോളിൽ മലയാളികളുടെ സാന്നിധ്യം ശക്തമായിട്ടുണ്ടായിരുന്നു. നമുക്ക് IM വിജയനെയോ അല്ലെങ്കിൽ ജോപ്പോൾ അഞ്ചേരിയെയോ VP സത്യനെയോ ഒന്നും മറക്കാൻ പറ്റാത്ത ഒരു കാലമാണ്. പക്ഷേ ഇത്തവണ ഫുട്ബോൾ സ്ക്വാഡിൽ മലയാളി ഒന്നേ ഉള്ളൂ എന്നാണ് കേട്ടത്. എന്തുകൊണ്ട് നമുക്കിത് സംഭവിക്കുന്നു? ഫുട്ബോൾ കളിക്കുന്നുണ്ട് കുട്ടികൾ, പക്ഷേ ആരും കളിച്ച് ദേശീയതലത്തിലേക്ക് എത്തുന്നില്ല. കേരള ഫുട്ബോളിൻ്റെ വസന്തകാലം എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ടീമുകൾ സ്ട്രോങ് ആയിരുന്ന കാലത്ത്, പ്രീമിയർ ടേഴ്സ് വളരെ സ്ട്രോങ് ടീമായിരുന്ന കാലത്താണ് കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടാൻ പറ്റിയത്. കുറേയേറെ കളിക്കാർ ഇന്ത്യക്ക് വേണ്ടി റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം കേരള പോലീസ് ടീം, മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ് ടീം, അവർ വളരെ സ്ട്രോങ് ആയിരുന്ന കാലത്താണ് കേരളം പിന്നീട് ഒരു നല്ല പെർഫോമൻസ് ദേശീയ ലെവലിൽ നടത്താൻ സാധിച്ചത്. അതിനുശേഷം SP2 വളരെ സ്ട്രോങ് ആയിരുന്ന കാലത്താണ് പിന്നീട് വീണ്ടും കേരള ടീം ഇന്ത്യൻ ഫുട്ബോൾ ഭൂപടത്തിൽ ഏറെ സ്ഥാനം പിടിക്കാൻ സാധിച്ചത്. ഡിപ്പാർട്ട്മെൻറ്റ് ടീമുകൾ വളരെ വീക്കാവുന്ന കാലത്ത്, ആ കാലത്തെല്ലാം കേരള ഫുട്ബോളിന് സെറ്റ് ബാക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു റിവൈവൽ അഗൈൻ. കഴിഞ്ഞ വർഷം സന്തോഷ് ട്രോഫി ജസ്റ്റ് നേരോയിലി മിസ്ഡാണ്, ടൈ ബ്രേക്കറിലാണ് നമ്മൾ മിസ്സായിട്ടുള്ളത്. ഇപ്പം പുതുതായിട്ട് പല ക്ലബ്ബുകളും പ്രൊഫഷണലിസം തുടങ്ങുന്നതിലൂടെ പല ക്ലബ്ബും രംഗത്ത് വരുന്നുണ്ട്, കളിക്കാർ രംഗത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉണർവിൻ്റെ കാലമായിട്ടാണ് ഞാൻ കാണുന്നത്. റൈറ്റ്. ശ്രീ ഭാസി മലാപ്പുറം, വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കയുടെ ഫുട്ബോളിനെ കുറിച്ച് തൊട്ടറിഞ്ഞ ആളാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ഫുട്ബോളിന് അവരുടെ നിലവാരത്തിലേക്ക് എത്താൻ പറ്റാത്തത്? ലോക ഫുട്ബോളായിട്ട് ഇന്ത്യൻ ഫുട്ബോളിനെ നമ്മൾക്ക് താരതമ്യപ്പെടുത്താനുള്ള കാലഘട്ടം ഒരു പക്ഷേ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ലോക ഫുട്ബോളിൻ്റെ നിലവാരവും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ നിലവാരവും താരതമ്യപ്പെടുത്തുന്നത് തന്നെ വാസ്തവത്തിൽ അർത്ഥമില്ലാത്തതാണ്. നമ്മൾ ഫിഫ ഒരു ഫുട്ബോൾ വേൾഡ് റാങ്കിങ് ഉണ്ട്. അതിൽ നമ്മുടെ സ്ഥാനം ഇപ്പോൾ 146ആണ്. അതിൽ നിന്ന് തന്നെ 209 അംഗരാജ്യങ്ങളിലുള്ള ഫിഫയുടെ ഇന്ത്യയുടെ സ്ഥാനം 146ആണ്. അപ്പോൾ നമ്മൾ താഴത്തുനിന്ന് മുകളിലേക്കാണ് ഒരു പക്ഷേ കണക്കിലെടുക്കേണ്ടി വരിക എന്നൊരു ആശയാത്മകമായിട്ട് പറയേണ്ടി വരും. അപ്പോൾ ഇന്ത്യയുടെ തകർച്ചയാണ് വാസ്തവത്തിൽ ഫുട്ബോളിൻ്റെ എല്ലാ തകർച്ചകളുടെയും തുടക്കം എന്ന് കേരള ഫുട്ബോളിനെ പറ്റി പരാമർശിക്കുമ്പോഴും കൂടി ഈ കേരള പ്രീമിയർ ലീഗ് വരുന്നതോടുകൂടി നമുക്കൊരു സാധ്യതയുണ്ടോ, പ്രത്യേകിച്ച് മലയാളികൾക്ക്? സ്വാഭാവികമായിട്ടും ഏത് ടൂർണമെൻറ്റ് വരികയാണെങ്കിലും അത് കളിക്കാരുടെ രംഗപ്രവേശം എന്നുള്ള നിലയിൽ കണക്കിലെടുക്കണം. അങ്ങനെയാണെങ്കിൽ
ഒരു പ്രീമിയർ ലീഗ് വരുന്നത് കൊണ്ട് അത് യഥാർത്ഥത്തിൽ മത്സര അടിസ്ഥാനത്തിൽ നടക്കുന്ന എല്ലാ കാണികൾക്കും ആവേശമുണ്ടാക്കുന്ന, കാണികൾക്ക് ആവേശമുണ്ടാവണമെങ്കിൽ മികച്ച മത്സരങ്ങൾ വേണം. ആ വിധത്തിലുള്ള മത്സരങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള അടിത്തറയായി ആരംഭ കാലഘട്ടത്തിലുള്ള സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചില പ്രയാസങ്ങൾ നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോയാൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശാവഹമായിട്ടുള്ള ഒരു നീക്കമാണ് എന്നാണ് എൻ്റെ വിനയൻ. ഈ കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നും സെവൻസ് ഫുട്ബോളിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള, പ്രത്യേകിച്ച് മലബാർ മേഖലകളിലെല്ലാം തന്നെ സെവൻസ് ഫുട്ബോളിൻ്റെ തരംഗമാണ്. കുട്ടികൾ ഏറ്റവും കൂടുതൽ കളിക്കുകയും ഏറ്റവും കൂടുതൽ സജീവമായി രംഗത്തിരിക്കുകയും ചെയ്യുന്നൊരു മേഖലയാണ്. കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ സാന്നിധ്യം എത്രത്തോളം ഉണ്ട് അവിടെ? കേരള ഫുട്ബോൾ അസോസിയേഷൻ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സെവൻസ് ഫുട്ബോളിനെ എതിർക്കുന്നില്ല. അവരെ ഔദ്യോഗികമായിട്ട് അവരെ നിയമത്തിൻ്റെ റൂളിൽ വരുന്നതല്ല ഞങ്ങൾ നടത്തുന്ന സെവൻസ് ടൂർണമെൻറ്റ്. കേരളത്തിലെ ഈ കേരള ഫുട്ബോൾ അസോസിയേഷൻ എതിർക്കാത്തത് കൊണ്ടാണ് ഈ സെവൻസ് നാട്ടിൽ നടന്നു പോകുന്നത്. അവർ കർശനമായിട്ട് അതിന് നേരിട്ടാൽ ഈ സെവൻസ് ഫുട്ബോൾ നടക്കുന്നതല്ല. വളരെ ഭംഗിയായിട്ട് കേരള ഫുട്ബോൾ അസോസിയേഷൻ മൗനസമ്മതം നൽകുന്നതുകൊണ്ടാണ് ഈ സെവൻസ് ഫുട്ബോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനോടനുബന്ധിച്ച് കിട്ടുന്ന കാശ് കൊണ്ട് കാരുണ്യ പ്രവർത്തനം നടത്താൻ കഴിയുന്നു. ആ ഒരു കാരണം ഈ ലോക്കൽ ആയിട്ട് കളിക്കുന്ന കളിക്കാരെ കണ്ടെത്താനും അവരെ മുകളിലേക്ക് വിടാനും എത്രത്തോളം ഈ സെവൻസിന് സാധിക്കുന്നു? സെവൻസിന് ലോക്കൽ കളിച്ച് വളർന്നവരാണ്. മുകളിലേക്ക് പോയിട്ടാണ് ഇന്ത്യൻ ടീമിന് വരെ കളിക്കാനുള്ള അവസരം ഉണ്ടായ കളിക്കാർ. പക്ഷെ അതൊന്നും KFA വിലക്കിയിട്ടില്ല. KFA വളരെ ഭംഗിയായിട്ടാണ് അവരെ എൻ്റെ സത്യം പറഞ്ഞ ഒരു മൗനസമ്മതം. അതുകൊണ്ടാണ് ഈ ലോക്കൽ കളിക്കാനും നമ്മളുടെ ബാക്കിയുള്ള എല്ലാ കളിക്കാരും വന്ന് കളിക്കാനുള്ള ഒരു അവസരം സൃഷ്ടിച്ചില്ല. അവരതിനെ കർശനമായിട്ട് എതിർത്താൽ ഈ കളിക്കാർ കളിക്കാനും കഴിയില്ല, മുകളിലേക്ക് ഉയർന്നു വരാനും പ്രയാസമായിരിക്കും. ശ്രീ സുരേന്ദ്രൻ, 3 കാര്യങ്ങൾ നമ്മൾ ഈ ഘട്ടത്തിൽ ചർച്ചയ്ക്ക് എടുക്കുന്നുണ്ട്. 1, അങ്ങ് യൂണിവേഴ്സിറ്റി ഫുട്ബോൾ കളിക്കുന്ന സമയത്തുള്ള കളിക്കാരുടെ സ്റ്റാമിന. 2, അവരുടെ സ്കില്ല്, വൈദഗ്ധ്യം. 3, അവർക്ക് കൊടുക്കാവുന്ന സാങ്കേതികമായ പരിജ്ഞാനവും സാങ്കേതിക സഹായവും അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയും. അത് എപ്രകാരത്തിലാണ് പുതിയ തലമുറയ്ക്ക് കിട്ടുന്നത്? ഏറ്റക്കുറച്ചിലുകൾ. പുതിയ തലമുറയ്ക്ക് സൗകര്യങ്ങൾ കുറേയധികം കൂടുതലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് വിഷൻ ഇന്ത്യ എന്നുള്ളൊരു പ്രോജക്റ്റ് പിന്നെ നമ്മുടെ സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതേമാതിരി പൈക്ക പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രോജക്റ്റ് നടക്കുന്നുണ്ട്. അങ്ങനെ അത് കൂടാതെ തന്നെ പ്രാദേശികമായ ക്ലബ്ബുകൾ ടൂർണമെൻറ്റുകൾ നടത്തി കിട്ടുന്ന ലാഭം കൊണ്ട് കോച്ചിങ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. പഴയ കാലത്തൊക്കെ സ്പോർട്സ് കൗൺസിൽ നടത്തുന്ന ഒരു സമ്മർ കോച്ചിങ് ക്യാമ്പ് അല്ലാതെ ഞങ്ങളുടെ കാലത്തൊന്നും ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അതിൻ്റെ ഒരു സെലക്ഷൻ വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് പേർക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റുള്ളൂ. ഇന്ന് പ്രാദേശികമായി എല്ലാ സ്ഥലങ്ങളിലും ക്ലബ്ബുകളും കോച്ചിങ് ക്യാമ്പുകളും നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വളർന്നു വരുന്ന താരങ്ങൾക്ക് നല്ല സാഹചര്യമാണ് പല വിധത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അതേപോലെ പ്രാദേശികമായ പിന്നെ മുനിസിപ്പാലിറ്റികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ തന്നെ വളരെയധികം സാഹചര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം പുതിയ കുട്ടികൾക്ക് വളർന്നു വരാനുള്ള സാഹചര്യം കൂടുതലായിട്ടാണ് പണ്ടത്തേക്കാൾ കൂടുതലുള്ളത്. ശ്രീ ഭാസി മലാപ്പറമ്പ്, എങ്ങനെയാണ് ഇന്ത്യയും വിദേശ രാജ്യങ്ങളിലെ ഫുട്ബോളുകളും തമ്മിലുള്ള അടിസ്ഥാന സൗകര്യത്തിൻ്റെ കാര്യത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ? നമുക്കിവിടെ ധാരാളം ഫണ്ടുണ്ട്, പക്ഷേ ക്രിക്കറ്റ് പോലെയുള്ള ഒരു കോർപ്പറേറ്റ് വൽക്കരണം ഇനിയും ഫുട്ബോളിൽ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എത്രത്തോളം സാമ്പത്തിക സഹായത്തിൻ്റെ പരിമിതികളുണ്ട് നമ്മുടെ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും? അടിസ്ഥാന സൗകര്യം എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് 1982 എൻ്റെ ആദ്യത്തെ ലോകകപ്പ് കവറേജിനിടയിൽ സ്പെയിനിൽ നടന്ന ലോകകപ്പ് കവറേജിനിടയിൽ ബാർസിലോണ ക്ലബിൻ്റെ നൗകാം സ്റ്റേഡിയത്തിൽ അവരുടെ ക്ലബ്ബ് സംവിധാനത്തിൽ പോയതും റയൽ മാഡ്രിഡ് ക്ലബിൻ്റെ ബെർണാബോ സ്റ്റേഡിയത്തിൽ പോയതും ഈ 2 ക്ലബ്ബുകളുടെയും പരിശീലന പരിപാടികൾ മനസ്സിലാക്കിയതുമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ഞാൻ 30 വർഷങ്ങൾക്ക് അപ്പുറമുള്ള കാര്യമാണ് പറയുന്നത്. അന്ന് ബാർസിലോണ ക്ലബിൽ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമായി 169 കോച്ചസ് വർക്ക് ചെയ്യുന്നു. 169 എന്നത് ഞാൻ പറയാൻ കാരണം അന്ന് ഞാൻ നോട്ട് ചെയ്ത എൻ്റെ മനസ്സിൽ തറപ്പിച്ചിട്ടുള്ള സംഖ്യയാണ്. 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾ, 1000-ലധികം കുട്ടികൾ ഈ ക്ലബിൻ്റെ കോച്ചിങ് സിസ്റ്റത്തിൽ പരിശീലിക്കുന്നു. ഇതിനുള്ള വരുമാനം മുഴുവൻ ബാർസിലോണ നൗ ക്യാമ്പ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ലീഗ് മത്സരങ്ങളുടെയും ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതും മറ്റുള്ള മത്സരങ്ങളുടെയും ഒരു വരുമാനം ഇതിനു വേണ്ടി ക്ലബ്ബ് മാറ്റിവെക്കുന്നു. KFAയുടെ ഭാവി പരിപാടികൾ, നമ്മുടെ ഈ മഞ്ചേരിയിലൊരു സ്റ്റേഡിയം വരുന്നു,
നമ്മുടെ കുട്ടികളുടെ ട്രെയിനിങ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു മാസ് ട്രെയിനിങ്ങിനുള്ള സാധ്യത KFA കാണുന്നുണ്ടോ? കേരള ഫുട്ബോൾ അസോസിയേഷനെ സംബന്ധിച്ചോളം ഏകദേശം 500ഓളം രജിസ്റ്റേർഡ് ക്ലബ്ബുകൾ, 15,000-ഓളം രജിസ്റ്റേർഡ് കളിക്കാർ, ജില്ലാ ലീഗ് മത്സരങ്ങൾ ഏകദേശം 1,500ഓളം മത്സരങ്ങൾ പല 14 ജില്ലകളുമായി ഓരോ വർഷത്തെ അവരെ ഇൻ്റർണൽ ആക്ടിവിറ്റി. അതിന് പുറത്ത് കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ ഒഫീഷ്യൽ ടീം നാഷണൽ പാർട്ടിസിപ്പേഷന് 6ഓ 7ഓ കാറ്റഗറിയിൽ നാഷണൽ ലെവൽ പാർട്ടിസിപ്പേഷൻ, അതിനുള്ള ടീം പ്രിപ്പറേഷൻ, കോച്ചിങ് ക്യാമ്പ്, കൂടാതെ YDP ക്യാമ്പ്, യൂത്ത് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം പോലുള്ള കോച്ചിങ് ക്യാമ്പ്, വിഷൻ ഇന്ത്യ AFCയുടെ വിഷൻ ഇന്ത്യ പ്രോജക്റ്റ്, കേരള സ്പോർട്സ് കൗൺസിലുമായി സംയുക്തമായി നടത്തുന്ന വിഷൻ ഇന്ത്യ പ്രോഗ്രാം, കഴിഞ്ഞ വർഷം തുടങ്ങിയ ഗ്രാസ് റൂട്ട് ലെവൽ പ്രോഗ്രാം, സ്കൂൾസിൽ ബിലോ ദി ഏജ് ഓഫ് 10 years. അതാത് ജില്ലകളിൽ ക്ലബ്ബുകൾ, സെലക്റ്റഡ് ക്ലബ്ബുകൾ, അക്കാദമിയുള്ള ക്ലബ്ബുകൾക്ക് വേണ്ട സഹായം ചെയ്തു, ഫുട്ബോൾ അക്കാദമിയുള്ള ക്ലബ്ബുകൾക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കാനുള്ള പദ്ധതി, ഇതെല്ലാം ഒരു നല്ല തുടക്കം കുറിക്കുന്നത്. ശ്രീ വിനയൻ, നമ്മുടെ ഈ സെവൻസ് കളിക്കാരാണെങ്കിലും ലോക്കൽ കളിക്കാരാണെങ്കിലും അവരുടെ വൈദഗ്ധ്യത്തെ നമുക്ക് ദേശീയ തലത്തിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നില്ല. അവർ ഒരു നിശ്ചിത ഘട്ടം വരെ അവർ കഴിക്കുന്നു, അതിനുശേഷം അവർ മറ്റു ജോലികളിൽ ഏർപ്പെടുന്നു, അതോടുകൂടി അവരുടെ ഫുട്ബോളിലെ സ്കില്ലും നഷ്ടപ്പെട്ടു പോകുന്നു. ഇതിനെ തുടർച്ചയായി ഇവരെ കേരളത്തിലേക്കും ദേശീയ തലത്തിലേക്കും കൊണ്ടുപോകുന്ന രീതിയിലുള്ളൊരു ട്രെയിനിങ്, അതിന് നിലവിൽ KFAയുടെ സഹായമില്ലാതെ ലോക്കൽ സെവൻസിന് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? കഴിയില്ല. KFAൻ്റെ ഇതിൽ തന്നെ കളിക്കാരന് വളരാൻ സാധിക്കുകയുള്ളൂ. ഒന്നാമത്തെ ഒരു പ്രധാന വിഷയം എന്താ വെച്ചാൽ, ഇപ്പോൾ കേരളത്തിൽ ജോലി കൊടുക്കുന്ന സ്ഥാപനങ്ങൾ വളരെ കുറവാണ്. ഒരു കാലഘട്ടത്തിൽ പ്രീമിയർ ടയേഴ്സ്, TK കെമിക്കൽസ്, KSRTC അങ്ങനെ ഒരുപാട് ടീമുകൾ കേരളത്തിലുണ്ടായിരുന്നു. ആ ടീമുകളിലൊക്കെ ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവരെല്ലാം ഫുട്ബോൾ കളിച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ വളർന്നിരുന്ന കളിക്കാർ സ്വയം വളർന്ന് KFAയിലേക്ക് അറ്റാച്ച് ചെയ്ത് ആ ക്ലബ്ബുകൾക്ക് കളിച്ചിട്ടാണ് അവർക്ക് ജോലി നേടിയത്. അത് KFAയുടെ ഒരു പ്രധാന വിഷയങ്ങൾ KFA നന്നായിട്ട് പ്രവർത്തിച്ചിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്താ വെച്ചാൽ KFA അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ കേരളത്തിലെ കളിക്കാർ ഒരു 5 വർഷം കഴിഞ്ഞാൽ നന്നായിട്ടുള്ള ഒരു ടീം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അതാണ് ഈ കുട്ടികൾ 5 വർഷം കൊണ്ട് ആ കുട്ടികൾ നല്ലൊരു സ്റ്റേജിലെത്തും. വിത്ത് ഇട്ടിട്ടേ ഉള്ളൂ. ആ വിത്തുകൾ മുളച്ച് റെഡിയായി പാകപ്പെട്ട് വന്നാൽ കേരളത്തിൽ നല്ലൊരു ടീം ഉണ്ടാകാനുള്ള. ശ്രീ ഭാസി പറമ്പിൽ അപ്പോഴും പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, 100 വർഷം എടുക്കും ഇന്ത്യക്ക് ഒരു അന്തർദേശീയ നിലവാരമുള്ള ടീം ഉണ്ടാവാനെന്ന് പറയാം. ഒത്തിരി കടന്നുപോയില്ലേ? നമുക്കൊരു 10 വർഷത്തിനുള്ളിൽ ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കും എന്ന് നമുക്ക് ഊഹിച്ചൂടെ? ഞാൻ സ്വാഭാവികമായിട്ടും പറയുന്ന അത് ഒന്ന് പെരുപ്പിച്ച് പറഞ്ഞു എന്നുള്ളത് 100 വർഷം എന്ന് ഞാൻ പറഞ്ഞത് സ്വാഭാവികമായിട്ടും വലിയ സംഖ്യയായി എന്ന് ഞാൻ സമ്മതിച്ചുകൊണ്ട് തന്നെ വേറൊരു കാര്യം പറയുന്നു. മറ്റു രാജ്യങ്ങളുടെ വളർച്ചയ്ക്കനുസരിച്ച് നമ്മളുടെ രാജ്യങ്ങൾ വളരണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അപ്പോൾ മറ്റു രാജ്യങ്ങളെ കണ്ട് പഠിക്കേണ്ടത് ഉത്തരവാദിത്വം കൂടി നമ്മൾക്കുണ്ട്. നോക്കൂ, ഇവൻ നാളത്തെ മെസ്സിയാണ്. വേഗതയും കൈയടക്കവും ഡ്രിബിളിങ്ങുമെല്ലാം ഇവനുണ്ട്. എന്നാൽ ഇവൻ എന്തുകൊണ്ടൊരു അന്തർദേശീയ താരമായി വളരുന്നതിനുള്ള സാഹചര്യം നമുക്കില്ലാതെ പോകുന്നു? എന്താണ് ഇവിടെ നമുക്ക് നഷ്ടപ്പെടുന്നത്, കുറയുന്നത്? അലി ജസ്മലിന് ഭാവിയിൽ ഏത് കളിക്കാരനെ പോലെ ആയിത്തീരാനാണ് ആഗ്രഹം? ഡാനിയൽ അലൈവസ്. വണ്ടർഫുൾ. എന്ത് സ്കില്ലാണ് മോൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ? സ്റ്റാമിന, പിന്നെ അതിൻ്റെ ഓരോ ബോൾ എടുക്കുന്ന ഇതും, പിന്നെ വിങ്ങിലൂടെ എല്ലാ ഇതുമൊക്കെ ഡ്രിബ്ലിങ്ങോ ആണ്. ഇന്ത്യയിൽ വെച്ച് മോൻ ഫുട്ബോൾ കളിച്ചാൽ ഇന്ത്യൻ ടീമിൽ വന്നാൽ ഏത് രാജ്യമായിട്ട് ഫൈനൽ കളിക്കാനാണ് ഇഷ്ടം? രാജ്യം ബ്രസീൽ. ഓ വണ്ടർഫുൾ. ശ്രീ ബാവ, നമ്മുടെ കുട്ടികൾക്ക് വളരെ മികച്ച പന്തടക്കമുണ്ട്, അതിൻ്റെ ടാലൻറ്റുകളുണ്ട്. പക്ഷെ എങ്ങനെയാണ് നമ്മുടെ ഈ കുട്ടികളെ നമ്മൾ നശിപ്പിക്കുന്നത്? ഈ ഒരു ഘട്ടം കഴിയുന്നതോടെ ഈ കുട്ടികളെ ഫുട്ബോളിൻ്റെ മേഖലയിൽ നിന്ന് മാറ്റി വെറും കാഴ്ചക്കാരാക്കി മാറ്റുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. എന്തുകൊണ്ട് സംഭവിക്കുന്നത്? ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായിട്ട് തന്നെ നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ട ഇതായിട്ടുണ്ട്.
ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇടതുപക്ഷം വലതുപക്ഷം വിവിധ ഗവൺമെൻറ്റുകൾ തന്നെ മാറി മാറി ഭരിക്കുമ്പോഴും തനതായ ഒരു സ്പോർട്സ് മന്ത്രിയോ ഒരു വർഷത്തേക്കുള്ള പദ്ധതികളോ അല്ലെങ്കിൽ ഒരു 5 വർഷത്തേക്കുള്ള മിനിമം പദ്ധതികളോ ഗവൺമെൻറ്റിന് തന്നെ ഇല്ല. ഏതെങ്കിലും ഒരു പ്രധാന വകുപ്പിൻ്റെ പിന്നിൽ കെട്ടിയിട്ട് സ്പോർട്സിനെ അവഗണിക്കുന്ന രീതിയാണ് UDF ആയാലും LDF ആയാലും ചെയ്തു വരുന്നത്. അതിനൊരു മാറ്റം എന്ന് കാണുന്നു. അവിടെയാണ് അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ടത്. ഒരു തുടക്കം തനതായ ഒരു സ്പോർട്സ് മന്ത്രി, അതിന് വേണ്ട ഫണ്ടുകൾ കാര്യങ്ങൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട അഷ്റഫ് സാറും സുരേന്ദ്രനും ഒക്കെ തന്നെ എല്ലാവരും തന്നെ ഒരു ഗ്രഹപാഠം ഇല്ലാത്ത ഒരവസ്ഥ അവർക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ സെവൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്പോൺസേഴ്സിന് കിട്ടുന്നുണ്ട്, സെവൻസ് കളികൾ നടക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്പോൺസർ ആരും തന്നെ നമ്മളെ ഇങ്ങോട്ട് തേടി വരില്ല. സ്പോൺസറെ കണ്ടെത്താനുള്ള അതിൻ്റെ പദ്ധതികളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഇതിൻ്റെ ആധികാരിക വർഗം തന്നെയാണ്. അപ്പോൾ ഒരു കുട്ടിയെ കളിക്കാൻ ഇപ്പോൾ അഷ്റഫ് സാർ പറഞ്ഞ ഒരുപാട് പദ്ധതികളുണ്ട്, ഒരുപാട് കുട്ടികളുടെ നല്ല നല്ല പരിപാടി. അത് ഈ അടുത്ത കാലത്തായിട്ട് വന്ന വലിയൊരു മാറ്റമാണ്, അത് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ അവരത് കളിച്ച് വന്നു കഴിഞ്ഞാൽ അവർക്കത് പ്രകടിപ്പിക്കാനും അവസരങ്ങൾ എവിടെയെന്നുള്ളത് ചിന്തിക്കുന്നില്ല. അവിടെയാണ് ഏറ്റവും വലിയ ഫാൾട്ട്. നമ്മൾ വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ശ്രീ അഷ്റഫ്, KFA ഒരു തരത്തിൽ പ്രതിക്കൂട്ടിലാവുന്ന ഒരേ ഒരു ഘട്ടം എന്ന് പറയുന്നത് ഈ വളർന്നു വരുന്ന കുട്ടികൾക്കുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി, അവർക്ക് തൊഴിലവസരം കൊടുക്കുന്നതിന് വിവിധ ഏജൻസികളുമായി KFA ഒരു ലേസൺ വർക്ക് എത്ര കാലമായി നടത്തിയിട്ട് എത്ര സ്ഥാപനങ്ങളിൽ നമ്മുടെ ഫുട്ബോൾ പ്ലേയേഴ്സിന് ജോലി വാങ്ങി നൽകാനുള്ള ഒരു മുൻകൈ എടുക്കൽ KFAക്ക് സാധിച്ചിട്ടുണ്ട്? ഒരു കാലത്ത് അവർ സജീവമായിരുന്നു പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും. കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ ഭാരവാഹികൾ അവരുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി കളിക്കാരുടെ ക്ഷേമത്തിന് വേണ്ടി അവരുടെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം സന്തോഷ് ട്രോഫി വിഞ്ച് റണ്ണേഴ്സ് അപ്പ് വി ലോസ്റ്റ് നെറോ ബൈ ബാഡ് ലാക്ക് കൊള്ളി. അതിലെ ജോലിയില്ലാത്ത 2 കളിക്കാർ നമ്മളെ മലപ്പുറം ജില്ലക്കാരാണ്, നസീബ്, മുഹമ്മദ് മാലിക്. അവരുടെ ജോലി ഇനിയൊരു ഫൈനൽ ഓർഡർ ഇറങ്ങേണ്ട പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ തലപ്പത്തുള്ള KM മേത്ത താല്പര്യം എടുത്തുകൊണ്ട് എറണാകുളം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റും നമ്മുടെ സംസ്ഥാന മന്ത്രിയുമായ ശ്രീ ബാബു ഇവരെല്ലാം മുൻകൈ എടുത്ത് താല്പര്യം എടുത്തതുകൊണ്ട് മാത്രമാണ് അവരുടെ ജോലി കാര്യം ഏകദേശം ശരിയായിട്ടുണ്ട്. അടുത്ത് വിത്തിൻ മന്ത്സ് അവർ അപ്പോയിൻമെൻറ്റ് ഓർഡറാവും. കഴിവിൻ്റെ പരമാവധി നമ്മളെ പരിമിതിക്കുന്നുണ്ട് ചെയ്തുകൊണ്ട് കേരള ഫുട്ബോൾ അസോസിയേഷൻ കുട്ടികളുടെ ജോലിക്ക്. ശ്രീ അസൈൻ കാരാട്ട്, മഞ്ചേരിയിൽ സ്റ്റേഡിയം വരുന്നതിന് നിർണായകമായൊരു പങ്ക് വഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ അതിലേതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ സാധ്യത എത്രത്തോളം ഉണ്ട്? ഇത് രണ്ടും കൂടി ഒന്ന് പറഞ്ഞാൽ. ഞാൻ മുനിസിപ്പൽ ചെയർമാനായിരിക്കുന്ന സമയത്ത് 1998 അക്വയർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. ആ അജണ്ട മുനിസിപ്പൽ കൗൺസിൽ വന്നപ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള എതിർപ്പ് കൗൺസിലിൽ തന്നെ ഉയർന്നു വന്നു. പയ്യനാട് കാട് മൂടിക്കിടക്കുന്ന പ്രദേശമാണ്, അവിടെ കുറുക്കന്മാർക്ക് പന്ത് കളിക്കാനാണോ സ്റ്റേഡിയം, പിന്നെ 25 ഏക്കർ സ്ഥലം ആവശ്യമില്ല, ഇത് പ്രചരണത്തിന് വേണ്ടിയാണ്, ഒരു തട്ടിപ്പാണ് എന്നുള്ള രീതിയിലുള്ള എതിർപ്പും പ്രചരണവുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ മലബാറിൽ ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ഉള്ള ഒരു സ്റ്റേഡിയം ഇല്ല. 25 ഏക്കർ സ്ഥലമുണ്ടായാൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സഹായത്തോടു കൂടി ഒരു നല്ല സ്റ്റേഡിയം സ്ഥാപിക്കാൻ വേണ്ടി കഴിയും. അതേപോലെ കരിപ്പൂർ എയർപോർട്ട് തൊട്ടടുത്തുണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയ അന്തർദേശീയ മത്സരങ്ങളടക്കം സംഘടിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റേഡിയം വേണം എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് 25 ഏക്കർ സ്ഥലം തന്നെ അക്വയർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. 2002 അതിൻ്റെ അക്വിസിഷൻ നടപടികൾ പൂർത്തിയായി. പിന്നീട് നിങ്ങൾ പരാമർശിച്ച കേരള ഫുട്ബോളിൻ്റെ മങ്ങൽ കാലഘട്ടം, ആ മങ്ങലിന് മഞ്ചേരിയിൽ സ്ഥാപിച്ചിട്ടുള്ള സ്റ്റേഡിയം ആ മങ്ങലിനുള്ള ഒരു ഹൈമാസ് ലൈറ്റാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മങ്ങലിനെ മഞ്ചേരി സ്റ്റേഡിയം വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നേരത്തെ ശ്രീ ബാബ സൂചിപ്പിച്ചതുപോലെ ഈ ബിസിനസ് സംരംഭങ്ങളുമായി നേരിട്ട് അവരുടെ സ്പോൺസർഷിപ്പ് സ്വീകരിക്കുകയും അവിടെ നമ്മളുടെ കളിക്കാരെ അവരുടെ ജോലിയിലേക്ക് എടുക്കുന്നത് സംബന്ധിച്ചുള്ള ധാരണകൾ, അതിന് എത്രത്തോളം മുൻകൈ എടുക്കലുകൾ എടുത്തിട്ടുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ബിസിനസ് ഫേംസിനെല്ലാം അവരെ സംബന്ധിച്ച് അവർ കൊടുക്കുന്ന ചിലവഴിക്കുന്ന കാശിനുള്ള പബ്ലിസിറ്റി കിട്ടണം. അവരത് കൂടുതൽ പ്രതീക്ഷിക്കുന്നതും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതും നമ്മുടെ ക്രിക്കറ്റിൽ നിന്നാണ്. അത് മറ്റുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസിൽ നിന്ന് അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവരിതിന് മുന്നോട്ട് വരാത്തതും. നമുക്ക് ഫുട്ബോൾ ആ ലെവലിൽ എത്തുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഫേംസ്, ബിസിനസ് ഫേംസ് എല്ലാം അതിന് മുന്നോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കും. അല്ല, അവിടെയാണ് സംശയം. ഒരു വശത്ത് സാമ്പത്തികമായ തകർച്ച,
ഈ സാമ്പത്തിക തകർച്ചയെ അതിജീവിച്ച് ഫുട്ബോൾ ഒന്നാമതെത്തുക, പിന്നീട് സാമ്പത്തികമായ സുരക്ഷിതത്വം കിട്ടുക. ഇവിടെ ഒരു ആശയക്കുഴപ്പമുണ്ട്. ഒന്നുകിൽ സൂപ്പർ ബാബ പറഞ്ഞതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള തികഞ്ഞ അനാസ്ഥ ഫുട്ബോൾ മേഖലയോടുണ്ട്. അത് മഞ്ചേരിയിലുള്ള ഫുട്ബോൾ സ്റ്റേഡിയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞാൽ സജീവമായ ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നില്ല. തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ട രീതിയിലുള്ള ഫുട്ബോളിന് മാത്രമല്ല മറ്റു കായിക ആക്ടിവിറ്റീസിനും വേണ്ട വിധത്തിലുള്ള പ്രോത്സാഹനം കിട്ടുന്നില്ല. നമ്മുടെ നമ്മുടെ നാട്ടിൽ ഈവൻ സംസ്ഥാനത്തോ കേരളത്തിലോ മറ്റു സംസ്ഥാനങ്ങളിലോ സ്പോർട്സ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് കരിക്കുലം. മറ്റു പല രാജ്യങ്ങളിലും അവർ കിൻഡർ ഗാർഡൻ തൊട്ട് സ്പോർട്സ് അവർ കരിക്കുലത്തിൻ്റെ ഭാഗമാണ്. ഇന്ത്യയിൽ കേരളത്തിലടക്കം ഈ സ്പോർട്സ് കരിക്കുലത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഈവൻ രംഗത്ത് നമ്മൾ ഈ ഫീൽഡിലുള്ള ആൾക്കാർ പോലും സ്വന്തം മക്കളെ വാണ്ട് ടു മേക്ക് ദം ഡോക്ടേഴ്സ് ഓർ എഞ്ചിനീയേഴ്സ്, നോട്ട് എ സ്പോർട്സ്മാൻ ഓർ ഫുട്ബോളർ. നൗ ക്രിക്കറ്റിലാക്കാൻ പലരും താല്പര്യമുണ്ട്. അതിന് അതിൻ്റെ ഇൻകം വരാൻ എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും. ഇത് വലിയ സെറ്റ് ബാക്കാണ്. നമുക്ക് കുട്ടികളുടെ അടുത്ത് നിന്ന് കുറച്ച് റെസ്പോൺസ് എടുത്ത് തിരിച്ചു വരാം. ശ്രീ ബാബ, അഫ്സലിന് ആരെ ഇഷ്ടം പ്ലെയർ? ലയണൽ മെസ്സി. ഓ, ലയണൽ മെസ്സി, റൈറ്റ്. മോൻ ഈ ഫുട്ബോളിലേക്ക് വന്നത് എങ്ങനെയാണ്? ആരുടെ കളി കണ്ടിട്ടാണ് വന്നത്? ആരെ പോലെ ആവണം എന്ന് കരുതിയിട്ടാണ് വന്നത്? ലയണൽ മെസ്സി. ആണോ? എന്താ കുഴപ്പം നമ്മുടെ ഫുട്ബോളിന്? നല്ല കോച്ചിങ് ഒന്നും കിട്ടുന്നില്ല കുട്ടികൾക്ക്. കുട്ടികൾ സാമ്പത്തികം തന്നെയാണ്. സാമ്പത്തിക പ്രതിസന്ധി തന്നെ നല്ലോണ്ട്. അത് വളരെ പിന്നോക്കം തന്നെയാണ്. ഇപ്പോൾ ഗൾഫ് മലയാളീസിൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് ഞങ്ങൾ ഈ ക്ലബ്ബ് കൊണ്ടുപോകുന്നത്. തട്ടമൽ സോക്കർ അക്കാദമി പറഞ്ഞിട്ടുള്ള ക്ലബ്ബ് കൊണ്ടുപോകുന്നത്. അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ ഷറഫ് അലി, ജാബിർ, അബീബ് റഹ്മാൻ അങ്ങനെ മുൻനിര താരങ്ങൾ കുറേ ഉണ്ട്. എങ്കിലും അവർക്കെല്ലാവർക്കും ഇവർക്ക് ക്യാമ്പ് കൊടുക്കാൻ അവരെത്തുന്നുണ്ട്. എങ്കിലും സാമ്പത്തികം തന്നെയാണ് ഞങ്ങളെ പ്രതിസന്ധി. ആണ്. ഇവരെ KFA ഒക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഏത് നിലവാരം വരെ എത്തും ഈ കുട്ടികൾ? ഞാൻ പറയുന്നത് ഇവരൊക്കെ ഏറ്റെടുക്കാൻ ഈ ഇൻ്റർനാഷണൽ ഇതാക്കാന്നില്ലതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ശ്രീ ഭാസി, അന്ന് നിങ്ങൾ ബാഴ്സലോണയിൽ പോയൊരു ചരിത്രം പറഞ്ഞിരുന്നില്ലേ? അവിടെ വിവിധ ക്ലബ്ബുകൾ ട്രെയിൻ ചെയ്യാൻ വന്ന കുട്ടികളെ കണ്ടതായി പറഞ്ഞില്ലേ? നമ്മുടെ കുട്ടികളുടെ ഈ പെർഫോമൻസുമായി നോക്കുമ്പോൾ അവരെങ്ങനെയുണ്ട്? അവരും കുട്ടികൾ തന്നെയായിരുന്നു. ഒരു കുട്ടികൾ തന്നെയാണ്. ഉദാഹരണത്തിന് ഞാൻ കണ്ട വേറൊരു ഭാഗം പറയാം. കൽക്കട്ടയിൽ മോഹൻ ബഗാൻ ക്ലബിനുണ്ടല്ലോ ഇതേമാതിരി ട്രെയിനിങ് ക്യാമ്പുകൾ. ഞാൻ മുമ്പ് പെലെ കളിച്ച ന്യൂയോർക്ക് കോസ്മോസ് മോഹൻ ബഗാൻ മത്സരം 1977 കൽക്കട്ടയിൽ നടന്നപ്പോൾ അത് കാണാൻ വേണ്ടി ഈഡൻ ഗാർഡൻസിൽ പോയിരുന്ന സമയത്ത് മോഹൻ ബഗാൻ ക്ലബ്ബ് സന്ദർശിച്ചു. മോഹൻ ബഗാൻ ക്ലബ്ബിൽ അന്ന് 3 ലെവലിലുള്ള കുട്ടികളെ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മോഹൻ ബഗാൻ ക്ലബിൻ്റെ വരുമാനത്തിനാണ് നടക്കുന്നത്. ഞാൻ കളിച്ചിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ 7 ടൂർണമെൻറ്റുകൾ ഉണ്ടായിരുന്നു. ഞാൻ യങ് ചാലഞ്ചേഴ്സ് ക്ലബ്ബിൽ കളിക്കുന്ന സമയത്ത് കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ 7 അഖിലേന്ത്യാ ടൂർണമെൻറ്റുകളിൽ കളിച്ചിട്ടുണ്ട്. ഇപ്പോഴാ ടൂർണമെൻറ്റുകളില്ല. അന്നത്തെ കാലഘട്ടത്തിൽ KSRTCക്ക് ടീമുണ്ട്, പ്രീമിയർ ടയർസ് ടീമുണ്ട്, ഇലക്ട്രിസിറ്റി ബോർഡിന് ടീമുണ്ട്. ഇപ്പോഴെത്ര ടീമുണ്ട് ഗവൺമെൻറ്റിൻ്റെ വക? ഇന്ന് ഭരിക്കുന്ന കക്ഷിയുടെ പ്രമുഖനായിട്ടുള്ള ഒരാളാണ് കേരള ഫുട്ബോളിൻ്റെ മുൻപന്തിയിലുള്ള ഒരു മാന്യൻ. അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഈ വിധത്തിൽ ഫുട്ബോൾ ടീമുകളെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല? നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ മുഴുവൻ ഫുട്ബോൾ ടീമുകൾ ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും ഫുട്ബോളിൻ്റെ വളർച്ചയാണ് കാണുക, ക്രിക്കറ്റിൻ്റെതല്ല. ശ്രീ അഷ്റഫ്, ആ ഒരു ചോദ്യത്തിന് അങ്ങ് കൂടി മറുപടി പറയണം. ശരി, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പുതുതായിട്ട് ഇപ്പോൾ ഫെഡറേഷൻ കപ്പ് കളിക്കുന്ന ഈഗിൾസ് FC എന്ന ടീം അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥയിലുള്ള ക്ലബ്ബാണ്. അവർക്ക് ഗ്രാസ് റൂട്ട് ലെവൽ ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഇതുപോലെ ഈ ഏജിൽ ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ ഒരു ടീം അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈയിടെയായിട്ട് നേരത്തെ 2 കളിക്കാരുടെ ജോലിയുടെ കാര്യം ഞാൻ ഇവിടെ പരാമർശിച്ചു. അതേപോലെ തന്നെ AG's ഓഫീസിൽ പുതിയ റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ടുണ്ട്, KSF റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ടുണ്ട്. ഇതിനെല്ലാം പിന്നിൽ കേരള ഫുട്ബോൾ അസോസിയേഷൻ കഴിയുന്നത്ര പരിശ്രമം നടത്തിയിട്ടുണ്ട്. കൂടുതൽ പരിശ്രമങ്ങൾ നടത്താൻ ശ്രമിക്കുന്നതാണ്. KFA വിദ്യാർത്ഥികൾക്കും കോളേജ് തലത്തിലും നേരിട്ടൊരു പരിശീലനത്തിന് മടിക്കുന്നത്. അവർക്ക് അത്തരത്തിലുള്ള ഒരു പരിശീലനം നൽകിയാൽ ഒരു പരിധിവരെ നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരുപാട് കുട്ടികൾ വളർന്നു വരാൻ സഹായിക്കും. ഇദ്ദേഹം പറഞ്ഞു 100 വർഷം കാത്തു നിൽക്കണമെന്ന്. പ്രതീക്ഷ നമുക്ക് എപ്പോഴും വേണം. 100 വർഷത്തിലേക്കൊന്നും നമ്മൾ എത്തില്ല. മിനിമം ഒരു 20 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇന്ത്യയിൽ നിന്നും ഫുട്ബോൾ അന്താരാഷ്ട്ര ലെവലിലേക്ക് വളർന്നു വരുമെന്ന് 100% ഉറപ്പാണ്.
അതിൽ ഒരു സംശയവും വേണ്ട ആർക്കും. ഇപ്പോൾ തന്നെ അണ്ടർ-13 ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അണ്ടർ-13 നമ്മൾ കപ്പടിച്ച് പോകുന്നു. അതുപോലെ തന്നെ ഇനിയും നല്ല നല്ല വിദ്യാർത്ഥികളുടെ സുഹൃത്തുക്കളും കളിക്കാരും ഇനിയും വളർന്നു വരും കേരളത്തിൽ നിന്നും. അത് തന്നെ ദേശീയ ലെവലിലും അന്തർദേശീയ ലെവലിലേക്കും മത്സരം ഉയർത്താൻ നമ്മളെ സഹായിക്കുമെന്ന് തീർച്ചയാണ്. ഒരു പ്രതീക്ഷ എല്ലാവർക്കും വേണം. 100 വർഷത്തിൽ കാത്തിരിപ്പ് നമുക്ക് ആവശ്യമില്ല. ഞാൻ ഉത്തരത്തിലേക്ക് വരാം. ഫുട്ബോൾ ഫാനാണോ? അതെ. ആരാണ് ഇഷ്ടപ്പെട്ട താരം? നെയ്മർ സച്ചിൻ തെണ്ടുൽക്കർ വന്നു എന്നാൽ ആദ്യം ആർക്ക് കൈ കൊടുക്കും? നെയ്മർക്ക്. എന്താ സംശയം ഇതിൽ? ശ്രീ അഷ്റഫ്, ഇതിന് മറുപടിയാണ് ആദ്യത്തെ. ഈ CP ചിത്ര ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഒരു കൊച്ചുകുട്ടി ഓട്ടത്തിൽ നേടിയ തിളക്കം കേരളം മുഴുവൻ അറിഞ്ഞു. പക്ഷേ കേരളത്തിൽ നിന്നുള്ളൊരു സാധാരണ ഫുട്ബോൾ പ്ലെയർ ഒരു സ്കൂളിൽ നിന്ന് സംസ്ഥാന മീറ്റ് കഴിഞ്ഞ് ദേശീയ തലത്തിലേക്ക് വന്നാൽ ആരും അറിയുന്നില്ല. KFA പോലെ ഒരു സംഘടനയ്ക്ക് സ്കൂൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്തുകൊണ്ട് പ്രവർത്തിച്ചുകൂടാ? ഞാൻ നേരത്തെ പരാമർശിച്ചു, സ്കൂൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഫുട്ബോൾ അക്കാദമികൾ. ഇവിടെ സന്നിധാനമായിട്ടുള്ള തെരട്ടമൽ അക്കാദമി കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ പുതിയ സ്കീമിലുള്ള ഒരു ക്ലബ്ബാണ്. അവർ ഈ വർഷം പുതിയതായിട്ട് അഫിലിയേഷന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ എല്ലാ ജില്ലയും ഓരോ ജില്ലയിലും 8 വീതം സ്കൂളുകൾ, സെലക്റ്റഡ് സ്കൂളുകളിൽ ഈ വർഷം ഇത് തുടങ്ങിക്കഴിഞ്ഞു. നേരത്തെ നിലവിലുള്ള ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ്റെ വിഷൻ ഇന്ത്യ പ്രോജക്റ്റ്, കേരള സ്പോർട്സ് കൗൺസിലും കേരള ഫുട്ബോൾ അസോസിയേഷൻ സംയുക്തമായി നടക്കുന്ന വിഷൻ ഇന്ത്യ പ്രോജക്റ്റ് ഓരോ ജില്ലയിലും 8ഓളം കേന്ദ്രങ്ങളിൽ ആൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഫുട്ബോൾ അസോസിയേഷൻ്റെ പരിമിതികൾക്കുള്ളത് കൊണ്ട് പരമാവധി ചെയ്യുന്നുണ്ട്. കാൽപന്ത് കളിയുടെ സൗകുമാര്യം നഷ്ടപ്പെടുന്നുണ്ടോ കേരളത്തിൽ? അന്വേഷിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ തിരിച്ചു വരാം. കേരള സമ്മിറ്റ്, ഇങ്ങനെ മതിയോ നമ്മുടെ ഫുട്ബോൾ? ഇവിടെ അത്ര ഒരു ഞാൻ പറഞ്ഞില്ലേ, ഗ്രഹപാഠമില്ല, ആസൂത്രണമില്ല. സത്യം പറഞ്ഞാൽ IM വിജയനെ, ഋഷിരാജ് സിംഗിനെ പോലുള്ള ആൾക്കാരെ വെച്ചിട്ട് IM വിജയനെ ഒരു 5 വർഷം ഈ കേരളത്തിൻ്റെ സ്പോർട്സ് മന്ത്രിയാക്കിയ ഇതൊക്കെ ചെയ്യും. തിരിച്ചു വരാം. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ മാറ്റിവെച്ചാൽ ആഫ്രിക്കൻ കൺട്രീസിൽ നിന്ന് ഒരുപാട് നാഷണൽ തലത്തിൽ കളിക്കുന്ന ആളുകൾ വളർന്നു വന്നിട്ടുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് അവിടുത്തെ പട്ടിണിയും പരിവട്ടവും ദുരിതത്തിൽ നിന്നും വളർന്നു വരുമ്പോൾ അതിനേക്കാളൊക്കെ സജ്ജീകരണങ്ങൾ നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ട് ഭാവിയിലേക്കുള്ള താരങ്ങൾ അല്ലെങ്കിൽ ഇന്റർനാഷണൽ തലത്തിൽ താരങ്ങൾ എത്തുന്നില്ലാണ് എൻ്റെ ചോദ്യം. That's a very important question. സാമ്പത്തികം കുട്ടികളുടെ പെർഫോമൻസിന് ഒരു തടസ്സമല്ല എന്ന് തെളിയിച്ചതാണ് ആഫ്രിക്കൻ പ്ലേയേഴ്സ്. എന്തായിരിക്കും? സാമ്പത്തികമല്ല വാസ്തവത്തിൽ പ്രശ്നം എന്നുള്ളതൊരു ഭാഗം മാത്രമാണ്. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ടീമുകൾ ധാരാളം വേണം. ടീമുകൾ നേരത്തെ പറഞ്ഞത് നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് എന്തുകൊണ്ട് ഫുട്ബോൾ ടീമുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. മുൻപ് അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതേമാതിരി ടീമുകൾ ധാരാളം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കളിക്കാർ വളർന്നു വരുന്നു. ഞാൻ 100 വർഷം എന്ന് പറഞ്ഞത് വാസ്തവത്തിൽ 100 വർഷം എന്നുള്ള അർത്ഥത്തിലല്ല, ഞാൻ പിന്നീട് അത് വിശദീകരിച്ചു. അതായത് എത്രയും അധികം എന്നുള്ള അർത്ഥം. മനസ്സിലായി. ശ്രീ ഭാസി മാലാപ്പറമ്പിൽ, എൻ്റെ ഒരു സംശയം ഇതാണ്. ആഫ്രിക്കയിൽ നിന്ന് കളിക്കാവുന്ന അന്തർദേശീയ തലത്തിലേക്കുള്ള ക്ലബ്ബുകളിൽ ആഫ്രിക്കയിൽ തന്നെ പ്രശസ്തമായ ക്ലബ് ടൂർണമെൻറ്റുകളില്ല. ആഫ്രിക്കയിലെ പ്ലേയേഴ്സ് ഒന്നുകിൽ ലാറ്റിൻ അമേരിക്കയിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ പോയി അവരുടെ ക്ലബ്ബുകളിൽ പങ്കെടുക്കുകയാണ് പതിവ്. കേരളത്തിൽ അത് തന്നെയാണ് ചോദ്യം. ആഫ്രിക്കയിൽ ക്ലബ് മത്സരങ്ങൾ ശക്തമല്ലാത്ത സാഹചര്യത്തിൽ, ആഫ്രിക്കയിലെ വളരെ പ്രധാനപ്പെട്ട ക്ലബ്ബുകളൊന്നും തന്നെ മുൻനിര ക്ലബ്ബുകളിലേക്ക് വരാത്ത സാഹചര്യത്തിൽ, അവിടെ ക്ലബ്ബ് ഇൻ്റർനാഷണൽ മത്സരങ്ങൾ പോലും വളരെ കുറവായ സാഹചര്യത്തിൽ, അതൊരു പക്ഷേ ഇന്ത്യയേക്കാൾ തന്നെ കുറവായിരിക്കുന്നൊരു ഭൂഖണ്ഡത്തിൽ എങ്ങനെയാണ് കേരളത്തിലെ ഇതിനേക്കാൾ മെച്ചപ്പെട്ട സാമ്പത്തിക സ്രോതസ്സും ഇതിനേക്കാൾ മെച്ചപ്പെട്ട ആക്സസിബിലിറ്റിയും കളികളുമുള്ള കേരളത്തിലെ കുട്ടികൾക്ക് വരാൻ പറ്റാത്തത്? സ്റ്റാമിനയുടെ ഡിഫറൻസ് ആണോ? അതല്ല ഈ കുട്ടി അവിടെ ഇതിനേക്കാൾ മെച്ചപ്പെട്ട സേവനമാണ് ലഭിക്കുന്നത്? ആഫ്രിക്കയിൽ ഏറ്റവും നന്നായിട്ട് നടക്കുന്ന നമ്മൾ ക്രിക്കറ്റിന് മാത്രമേ കേട്ടിട്ടുള്ളൂ സൗത്ത് ആഫ്രിക്കയിലെ. ആഫ്രിക്കയിൽ ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന ധാരാളം ആളുകൾ കളിക്കുന്ന ഗെയിം ഫുട്ബോൾ മാത്രമാണ്. അവിടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം 53 അംഗരാഷ്ട്രങ്ങളാണ് ആഫ്രിക്കയിലുള്ളത്. 52 രാജ്യങ്ങളും ഈ പ്രാവശ്യം 2014 വേൾഡ് കപ്പിൻ്റെ ക്വാളിഫയിങ് റൗണ്ടിൽ കളിച്ച് മോശമല്ലാത്ത മുന്നോട്ട് വന്നിട്ടുണ്ട്. ആഫ്രിക്കയിൽ സാമ്പത്തികമായിട്ട് പ്രശ്നം ഫുട്ബോളിനില്ല. എൻ്റെ ഒരു സംശയം ചോദിച്ചോളൂ. ഇപ്പോൾ ബെയ്ജിംഗ് ബൂട്ടിയയ്ക്ക് അന്തർദേശീയ നിലവാരത്തിലുള്ള ഒരു ക്ലബിൽ പങ്കെടുത്ത് കളിച്ച് പ്രശസ്തി നേടാൻ കഴിയാതെ പോയതിന് കാരണം എന്തായിരിക്കും? ഇന്ത്യയിലെ മികച്ച കളിക്കാരിൽ 1ാം നിര കളിക്കാരിൽ ഒരാൾ തന്നെയാണ് ബെയ്ജിംഗ് ബൂട്ടിയ.
പക്ഷേ ഒരു ക്ലബ്ബ് പ്ലെയർ എന്ന രീതിയിൽ അന്തർദേശീയ തലത്തിൽ അദ്ദേഹത്തിന് കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ കഴിയാതെ പോയതെന്നുകൊണ്ടാണ്. കളിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം. ബൈജിംകുട്ടിയെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൂടാ. പക്ഷേ ബൈജിംകുട്ടി ആ ഭാഗം ആ ഏജ് എത്തുമ്പോഴേക്കും മറ്റുള്ളതായിട്ട് കമ്പയർ ചെയ്തപ്പം അദ്ദേഹത്തിന് വേണ്ടത്ര അദ്ദേഹത്തിൻ്റെ ഫോം കാണിക്കാൻ സാധിച്ചിട്ടില്ല ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ബൈജിംകുട്ടി ഓഫ് കോഴ്സ് ഇന്ത്യ സംഭാവന ചെയ്തിട്ടുള്ള ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളാണ്. പിൻതലമുറയിൽപ്പെട്ട ഒരു കളിക്കാരനാണ് ബൈജിംകുട്ടി. അതിന് യാതൊരു സംശയവുമില്ല. ശ്രീ സുരേന്ദ്രൻ, ഇവിടെയാണ് നമ്മുടെ പ്രശ്നം. സാമ്പത്തികമാണോ, സ്റ്റാമിന ഡെവലപ്മെൻ്റ് ആണോ, സാങ്കേതികമായ പരിജ്ഞാനമാണോ? ഇതിലെവിടെയാണ് നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത്? സാമ്പത്തികം കുറവാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. കാരണം സാമ്പത്തികമായി നമ്മളെ കേരളത്തിലെ എല്ലാ ജനങ്ങളും, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊക്കെ സാമ്പത്തികമായി വളരെയധികം മുന്നോക്കക്കാരനെയാണുള്ളത്. ഞങ്ങളൊക്കെ കളിച്ചിരുന്ന കാലത്ത് ഞങ്ങൾ പല ആൾക്കാരുടെ കയ്യിൽ നിന്നും ബൂട്ടൊക്കെ വാങ്ങി അങ്ങനെയാണ് പോയിട്ട് വീട്ടിൽ നിന്ന് ഒരു ബൂട്ട് വാങ്ങിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാതെയാണ് ഞങ്ങൾ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നുമില്ല, 2-3 പേർ ബൂട്ടില്ലാത്ത ആളുകൾ ഇന്ന് ഇല്ല. പിന്നെ ഈ കൊണ്ട് നടക്കുന്ന ഇതിൻ്റെ സംഘാടകർക്ക് പൈസ ഇല്ല എന്ന് പറയുന്നത് ശരിയാണ്. ഒരു സംഘടനയുടെ അടുത്തും ഒരു ക്ലബിൻ്റെ അടുത്തും പൈസ ഇല്ല, അത് സത്യമാണ്. പക്ഷേ ഈ മലപ്പുറം, ഞാനൊരു എക്സാമ്പിൾ പറയാം. മലപ്പുറം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ്റെ ഒരു സെലക്ഷൻ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അണ്ടർ-13 ഒരു സെലക്ഷൻ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ 600-700 കുട്ടികളാണ് സെലക്ഷൻ വരുന്നത്. 700 കുട്ടികൾ പങ്കെടുത്ത സെലക്ഷൻ ഉണ്ടായിട്ടുണ്ട്, പേപ്പറിലൊക്കെ വന്നതാണ്. അത് അണ്ടർ-15 ആകുമ്പോഴേക്ക് അത് 300 ചുരുങ്ങുന്നു. അത് അണ്ടർ-18 ആകുമ്പോഴേക്ക് അത് 200 ചുരുങ്ങുന്നു. ഇപ്പോൾ സീനിയർ ജില്ലേൻ്റെ വയനാട് നടന്ന സീനിയർ ജില്ലാ ടീമിൻ്റെ കോച്ചായിട്ട് ഞാൻ പോയതാണ്. എൻ്റെ കോച്ചായിരുന്നു ഞാൻ. ഇവിടെ എനിക്ക് കോച്ചിങ് ക്യാമ്പിൽ 15 കുട്ടികളെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ സീനിയർ ആകുമ്പോഴേക്ക് മലപ്പുറം ജില്ലയിൽ പോലും കളിക്കാർ വരാത്തൊരവസ്ഥ, വളരെ ദയനീയമായ അവസ്ഥയാണ്. മലപ്പുറം ജില്ല എന്ന് പറയുന്നത് നമ്മൾ ഇത്രയധികം പയ്യനാട് സ്റ്റേഡിയം വന്നു ഒക്കെ നമ്മൾ പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മൾ വേൾഡ് കപ്പിന് കളിക്കാനുള്ള ഇത് നമ്മളാകുമ്പോഴും സീനിയർ ലെവലിൽ വരുമ്പോൾ നമ്മൾ കളിക്കാരില്ല. എന്തായിരിക്കും സുപ്രഭാവ അതിൻ്റെ കാരണം? ഈ അണ്ടർ-13 കുട്ടികൾ കളിക്കാനേ കിട്ടുന്നുണ്ട്, പക്ഷേ മുതിർന്നു വരുമ്പോഴേക്കും എന്തുകൊണ്ട് കുട്ടികൾ ഫുട്ബോളിൽ നിന്ന് മാറുന്നു? അതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം വാസ്തവം പറഞ്ഞാൽ നമ്മളെല്ലാം തന്നെ, ഞാൻ ഒരു സെവൻസിൻ്റെ ആണ്, പക്ഷേ ഒരുപാട് 11 ടൂർണമെൻറ്റുകൾ കളിച്ചൊരു വ്യക്തിയാണ്. ഇതെന്താ സംഭവിച്ചത് വെച്ചാൽ ഇവിടെ 11 ടൂർണമെൻറ്റുകൾ ഫുട്ബോൾ കളി നിർത്താൻ കാരണം എന്താ? അല്ല, അത് ഏജ് ആയതുകൊണ്ട് നിർത്തിയാണ്. അത് ഞാൻ പറയാം. ഇത് ഇവിടെ 7 ഫുട്ബോൾ എന്ന് പറയുന്ന സംഭവം 11 ഫുട്ബോളുകൾ നശിച്ചെടുത്തുനിന്ന് കാണികൾക്ക് കളി കാണാനുള്ള ഒരു ആഗ്രഹം ഉത്തേജിപ്പിച്ചെടുത്താണ് 7 ഫുട്ബോൾ ടൂർണമെൻറ്റ്. ലോകത്തെ ഏറ്റവും സുന്ദരമായ ഫുട്ബോൾ 11 ടൂർണമെൻറ്റ് തന്നെയാണ്. അതേറ്റ് ഏറ്റുമുട്ടാനോ അതുമായി എതിര് നിൽക്കാനോ ഞാൻ ആളല്ല. പക്ഷേ ഇവിടെ 11 ടൂർണമെൻറ്റുകളും 11 ടീമുകളും നശിച്ച് നാമാവിശേഷമായി. അവിടെ നിന്ന് ആളുകൾക്ക് കളി കാണാനുള്ളൊരു ആവേശം പ്രാദേശികമായി തട്ടിക്കൂട്ടിണ്ടാക്കിയ ഒരു സംഭവമാണ് 7 ഫുട്ബോൾ ടൂർണമെൻറ്റ്. ഈ അവസരങ്ങൾ ഇവർ എന്തെല്ലാം പ്രോഡക്റ്റുകൾ കുട്ടികളുടെ കാര്യത്തിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നവോ അത് വളരാൻ ആവശ്യമായ സാഹചര്യവും അതിനാവശ്യമായ ചുറ്റുപാടുകൾ ഉണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇപ്പോൾ ബാസി സാറിനോട് ക്ഷമിക്കണം തെറ്റാണെങ്കിൽ. അന്യ രാഷ്ട്രങ്ങളിലൊക്കെ തന്നെ ഒരു സ്കൂൾ തലങ്ങളിൽ 8ാം ക്ലാസ്സുകൾ തമ്മിലുള്ള ടൂർണമെൻറ്റുകൾ നടക്കുന്നുണ്ട്, 10ാം ക്ലാസ്സുകൾ തമ്മിലുള്ള ടൂർണമെൻറ്റുകൾ നടക്കുന്നുണ്ട്, 7ാം ക്ലാസ്സുകൾ തമ്മിലുള്ള ടൂർണമെൻറ്റ് നടത്തുന്നുണ്ട്. ഇവിടെ അത്ര ഒരു ഞാൻ പറഞ്ഞില്ലേ, ഗ്രഹപാഠമില്ല, ആസൂത്രണമില്ല. സത്യം പറഞ്ഞാൽ IM വിജയനെ, ഋഷിരാജ് സിംഗിനെ പോലുള്ള ആൾക്കാരെ വെച്ചിട്ട് IM വിജയനെ ഒരു 5 വർഷം ഈ കേരളത്തിൻ്റെ സ്പോർട്സ് മന്ത്രിയാക്കിയ ഇതൊക്കെ ചെയ്യും. ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കൽപ്പറ്റയിൽ വെച്ച് നടന്ന കേരള കൗമുദി ട്രോഫി കൽപ്പറ്റയിൽ വെച്ചിപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ജില്ലാ ലീഗ് ചാമ്പ്യൻസ് മങ്കട, ഞാൻ പ്രസിഡൻ്റായിട്ടുള്ള ഇൻഡിപെൻഡൻസ് സോക്കർ ക്ലബ്ബാണ്, ഞാൻ അതിൻ്റെ കോച്ചുമാണ്. ഞങ്ങളവിടെ പോയി നല്ല കളി കളിച്ചു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനെ തോൽപ്പിച്ചു, കൊച്ചിൻ പോർട്ടസിനെ തോൽപ്പിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഈഗിൾസ് FC-നായിട്ട് ഒരു ഗോളിനാണ് ഞങ്ങൾ തോൽക്കുന്നത്. അപ്പോൾ തന്നെ അവിടെ പീതാംബര സാറപ്പോലുള്ള സെലക്ടേഴ്സ് ഉണ്ടായിരുന്നു. 2 പേരെ സന്തോഷ് ട്രോഫി ക്യാമ്പിലേക്ക് പറഞ്ഞയച്ചു. 2 പേരെ കേരള കൗമുദി ട്രോഫി കളിച്ച് അതിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് 2 പേരെ, ഒരു ഷാനവാസ് എന്ന് പറഞ്ഞൊരു കളിക്കാരൻ, മറ്റേത് ഇവിടെ A ഡിവിഷനിൽ ഞങ്ങൾ പുറത്തിരുന്ന കളിക്കാരനാണ്. A ഡിവിഷനിൽ മലപ്പുറം ജില്ലയിൽ ഞങ്ങളെ ക്ലബിന് കളിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കളിക്കാരൻ, ആളില്ലാത്തത് കൊണ്ട് ഞങ്ങളവിടെ കളിപ്പിച്ചു. അവൻ KSCBക്ക് വേണ്ടി ഒരു ഗോളടിച്ച് ആ സെലക്ഷൻ കമ്മിറ്റി പീതാംബരൻ സാർ 2 പേരെയും പിന്നെ നമ്മളെ LNCPയിൽ വെച്ച് നടക്കുന്ന സന്തോഷ് ട്രോഫി കോച്ചിങ് ക്യാമ്പിൽ തിരഞ്ഞെടുത്ത് പോയി. 2 ദിവസമേ നിന്നുള്ളൂ, 2 ദിവസം അവിടെ നിന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ക്ലബ്ബ് ഒരു സ്വീകരണം കൊടുക്കാൻ വേണ്ടി ഞാൻ രാവിലെ ഈ ഷാനവാസിൻ്റെ ഫാദറിൻ്റെ വീട്ടിൽ പോയി വിളിക്കുക, നിങ്ങൾ ആ ക്യാമ്പിൽ പങ്കെടുക്കണം, ഞങ്ങളെ ഈ പിന്നെ സ്വീകരണത്തിൽ നിങ്ങൾ പങ്കെടുക്കണം, ഷാനവാസ് അവിടെ അല്ലേ, MLA ഒക്കെ വന്ന് പങ്കെടുക്കുന്ന ഒരിതാണെന്ന് പറഞ്ഞപ്പോൾ വന്ന് ഈ ചെന്ന വീട്ടിൽ കാണുന്നത് ഈ ഷാനവാസിനെയാണ്. അപ്പോൾ ഞാനെന്താ നീ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇന്നലെ പോന്നു എന്ന് പറഞ്ഞു.
സന്തോഷ് ട്രോഫി ക്യാമ്പ് എന്നാണ് പോരുന്നത് എന്നുള്ള കാര്യം ഈ കളിക്കാർ മനസ്സിലാക്കണം. സീരിയസ് ആയിട്ട് എടുക്കണില്ല, കളിക്കാർ ഒരു നിലയ്ക്കും സീരിയസ് ആയിട്ട് എടുക്കണില്ല. ഈ താരങ്ങളെ പിന്നോക്ക് നയിക്കുന്നതിന് ഈ റെക്കമെൻഡേഷൻ പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. റെക്കമെൻഡേഷൻ ഉണ്ടോ ഇപ്പോൾ? റെക്കമെൻഡേഷൻ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ സാറ് പറഞ്ഞു അണ്ടർ 13, 14 അങ്ങനെ ഏറി വരുന്നതോറും അങ്ങനെ കുറഞ്ഞു വരികയാണ്, കുട്ടികളെ ഇത് കുറഞ്ഞു വരികയാണ്. അതെന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് തന്നെ മനസ്സിലായി ഇങ്ങനെ ഇതിന് പോയിട്ട് കാര്യമല്ല. അങ്ങനെ എപ്പോഴെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അനുഭവം ഉണ്ടായിട്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഏതവസ്ഥയിലാണ്? അത് കുറച്ച് മുന്നാണ്. എന്താ വെച്ചാൽ ഒരു സെലക്ഷന് പോയ ടൈമിൽ തന്നെ ഞങ്ങൾ അവിടുന്ന് മലപ്പുറത്തുനിന്ന് സെലക്ഷൻ കിട്ടി, പിന്നെ തിരുവനന്തപുരത്ത് ക്യാമ്പിൽ പോയി. ഈ ക്യാമ്പ് 10 ദിവസത്തെ ക്യാമ്പാണ്. അവിടെ നമുക്ക് പ്രതീക്ഷയൊക്കെ ആയിരിക്കുന്നുണ്ടാവുക. പക്ഷേ അത് അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഒരു സൈഡിൽ നിന്നുള്ള ആൾക്കാരെ മാത്രമാണ് സെലക്ട് ചെയ്തത്. എന്താ വെച്ചാൽ നമുക്കറിയാമല്ലോ, നമ്മളിപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർ നമുക്കറിയാം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതിൻ്റെ സെലക്ഷൻ ലിസ്റ്റ് വന്നപ്പോൾ ഒരു പ്രദേശത്തുള്ള ആൾക്കാർക്ക് മാത്രമാണ് അതിൻ്റെ സെലക്ഷൻ കിട്ടിയത്. ഗുരുതരമായ ഒരു ആരോപണമാണല്ലോ നമ്മൾ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ കേരളത്തിൽ? റെക്കമെൻഡേഷനെ കുറിച്ചാണ് ഞാൻ ആകപ്പാട് ദുർബലയാണ്, അതിൻ്റെ കൂടെ റെക്കമെൻഡേഷൻ കൂടി ഉണ്ടെങ്കിൽ. കേരള ഫുട്ബോൾ അസോസിയേഷൻ എല്ലാ സെലക്ഷൻ കമ്മിറ്റിയിലും വളരെ വിദഗ്ധരായ ഫുട്ബോൾ മേഖലയിൽ വൈദഗ്ധ്യം തെളിയിച്ച ആൾക്കാരാണ് സെലക്ഷൻ കമ്മിറ്റി ഉള്ളത്. ഈ പ്രഗത്ഭരായ സെലക്ടർമാർ തിരഞ്ഞെടുക്കുന്ന ടീമിന് അതിൽ യാതൊരു വിധത്തിലുള്ള ഇടപെടലും യാതൊരു വിധത്തിലുള്ള ഇയാൾ സൂചിച്ച പോലെ ഒരു മേഖലയിൽ നിന്നുള്ള ആൾക്കാർ ചിലപ്പോൾ കളിക്കുന്ന ഒരു മേഖലയിൽ നിന്നുള്ളവരാണെങ്കിൽ അവർ നമുക്ക് 14 ജില്ലക്ക് റിസർവ് ചെയ്തിടാൻ പറ്റില്ല ഒരു ടീമിലെ സ്ഥാനം. കളിക്കുന്നവർക്ക് കൊടുക്കുക എന്നുള്ളതല്ലാത്തൊരു പോളിസി കേരള ഫുട്ബോൾ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ വിദഗ്ധരാണ് സെലക്ഷൻ നടത്തുന്നത്. കോച്ചിൻ്റെ അതിന് അതൊക്കെ സമ്മതിച്ചു. ഒരു സെലക്ഷനിൽ ഇപ്പോൾ 25 ആളെ സെലക്ട് ചെയ്തു ഒരു ക്യാമ്പിലേക്ക്. പിന്നെ ക്യാമ്പ് തുടങ്ങി കഴിഞ്ഞാൽ 35 40 ആയി മാറുന്നു. അത് എങ്ങനെയാണ്? ഒരു ടൂർണമെൻറ്റ് നടക്കുന്ന സമയത്ത് അതിൽ നിന്ന് സെലക്ട് ചെയ്ത കളി ചിലപ്പോൾ ചില കാരണങ്ങളാൽ ചിലപ്പോൾ ഒരു മറ്റെന്തെങ്കിലും ടൂർണമെൻറ്റ് ഔദ്യോഗിക ടൂർണമെൻറ്റ് നടക്കുന്ന ഇൻ്റർ സ്കൂളോ മറ്റെന്തെങ്കിലും ടൂർണമെൻറ്റ് നടക്കുന്നതിനാൽ ചിലപ്പോൾ ഒരു ഇൻ്റർ ഡിസ്ട്രിക്റ്റിൽ പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് മാത്രം അതിൽ പ്രഗത്ഭരായ കളിക്കാരുണ്ടെങ്കിൽ അവരെ അവസരം നഷ്ടപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. അത് അറിഞ്ഞാലാണ് ക്യാമ്പ് തുടങ്ങുമ്പോൾ 25 ചിലപ്പോൾ മറ്റെന്തെങ്കിലും ടൂർണമെൻറ്റ് പോയ കളിക്കാരും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ക്യാമ്പിൻ്റെ എണ്ണം പാർട്ടിസിപ്പേഷൻ ചെയ്യുന്ന കളിക്കാരുടെ എണ്ണം കൂടുന്നത്. അതും സെലക്ഷൻ കമ്മിറ്റിയും കോച്ചസും ആലോചിച്ചിട്ട് വളരെ പ്രഗത്ഭമായ കളിക്കാർ മാത്രമേ ഉൾപ്പെടുത്താറുള്ളൂ. ഈ ഒരു സുതാര്യത നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ കേരളത്തിൽ? അതൊരു പ്രശ്നമായി തീരുന്നുണ്ടോ കേരളത്തിൽ? കേരളത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് കളിക്കാർ വേണ്ടത്ര അർപ്പണബോധം കാണിക്കുന്നില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് അത്ര അറിവില്ല. കളിക്കാർ എല്ലാവരും തന്നെ അർപ്പണബോധത്തോടു കൂടിയാണ് പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷയും എൻ്റെ വിശ്വാസവും. അതുതന്നെയാണ് കേരള ഫുട്ബോളിന് കൂടുതൽ ആകാശങ്ങൾ ഉണ്ടാക്കുക എന്നും എനിക്ക് തോന്നുന്നു. ശ്രീ ഷിറാസ്, ഈ മലപ്പുറത്തിൻ്റെ സാമൂഹിക മേഖലയിൽ ഈ കുട്ടികളുടെ പുരോഗമനത്തിനായി എന്ത് തരത്തിലുള്ള പരിഷ്കരണമാണ് നമ്മൾ കൂടെ ഉറപ്പുവരുത്താൻ പറ്റുക ഫുട്ബോളിൻ്റെ കാര്യത്തിൽ? എനിക്ക് പറയാനുള്ളത്, ഈ പ്രൊഫഷണൽ വൽക്കരണം കൃത്യമായി കേരള ഫുട്ബോൾ നടന്നാൽ എന്തായാലും കേരളത്തിലെ ഫുട്ബോൾ രക്ഷപ്പെടും, ഉറപ്പാണ്. പക്ഷേ ഒന്നുകൂടി ഞാൻ പറയുകയാണ്, ഈ പ്രൊഫഷണൽ വൽക്കരണത്തിനൊപ്പം തന്നെയും നമ്മുടെ കേരള ഗവൺമെൻറ് ഇതിനുള്ള സപ്പോർട്ട് കൊടുക്കണം. കാരണം പ്രൊഫഷണൽ വൽക്കരണം എന്ന് പറഞ്ഞാൽ സാധാരണ ഒന്നല്ല, ഒരുപാട് സാമ്പത്തികമായിട്ടും പല ടെക്നിക്കുകളും കുറേ പഠനങ്ങളും നടത്തിയ ശേഷം മാത്രമാണ് ശരിക്ക് അത് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ശരിക്ക് ഒരു സാമൂഹികവൽക്കരിക്കണം. സാറ് പറഞ്ഞു ഒരുപാട് പ്രോഗ്രാംസ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഈ ഫുട്ബോളിൻ്റെ ഡെവലപ്മെൻറ്റിന് നടത്തിയെന്നാണ്. രേഖകളിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ നിരത്താണ്ടാവും. ഒരു ഗവൺമെൻറ് റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടെങ്കിൽ അയാൾക്കും കുറേ രേഖകളുണ്ട്. പക്ഷേ എത്രത്തോളം താഴെ തലങ്ങളിലേക്ക് അത് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്നുള്ളത് നിങ്ങളൊരു തിരിഞ്ഞോട്ടം നടത്തേണ്ട സമയമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സാറ് പറഞ്ഞതിൽ ഇപ്പോൾ അന്താരാഷ്ട്ര നിലവാരവും നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡും സാറ് താരതമ്യം ചെയ്തു. അതിപ്പോൾ ഒരു യൂണിറ്റ് നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ 100 മീറ്റർ ഡിഫറൻസ് നമ്മുടെ നാടിൻ്റെ ഫുട്ബോളിൻ്റെ സ്റ്റാൻഡേർഡും അന്താരാഷ്ട്ര സ്റ്റാൻഡേർഡും തമ്മിലുണ്ടെങ്കിൽ അത് ട്രെയിനിങ്ങിൻ്റെ കാര്യം അവർക്ക് കിട്ടുന്ന കോച്ചിങ്ങിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അത് 100 എന്നുള്ളത് ഒരു 1000 ലെവലിലുള്ള ഡിഫറൻസെങ്കിലും നമുക്ക് കാണാമെങ്കിൽ അവർക്ക് കിട്ടുന്ന ട്രെയിനിങ്ങും നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്ന ട്രെയിനിങ്ങും നമ്മുടെ പ്ലേയേഴ്സിന് കിട്ടുന്ന ട്രെയിനിങ്ങും തമ്മിൽ അത്രത്തോളം ഡിഫറൻസ് ഇല്ലേ? ഇപ്പോൾ ഞാനൊരു അനുഭവം തന്നെ പറയാം. 2008 യൂറോ കപ്പ് കവർ ചെയ്യുന്ന സമയത്ത് സ്വിറ്റ്സർലൻഡിലെ നിയമം അന്ന് ഇപ്പോഴങ്ങനെ ആയിരിക്കണം എന്ന് വിചാരിക്കുന്നു. ഒരു സ്കൂളിന് 4 ഗെയിം കളിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരിക്കണം. അവിടെ ജോയിൻ ചെയ്യുന്ന കുട്ടികൾ ഈ 4 ഗെയിമുകളിൽ 2 കളി നിർബന്ധമായും കളിച്ചിരിക്കണം. ഇത് അവിടുത്തെ വിദ്യാഭ്യാസത്തിൻ്റെ നിയമമാണ്. ഈ വിധത്തിൽ ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും യാതൊരു സംശയമില്ല കേരളം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫുട്ബോൾ ടീമാകും,
ഇന്ത്യയിലെ ഏഷ്യയിലെ ഏറ്റവും വലിയ യങ്സ്റ്റേഴ്സ് എൻ്റെ മുമ്പിലുള്ള ഈ ഒരടക്കമുള്ള യങ്സ്റ്റേഴ്സ് ആയിരിക്കും, യാതൊരു സംശയമില്ല. എൻ്റെ ഒരു സംശയം, ഈ സെവൻസ് ഫുട്ബോൾ കളിക്കുന്നത് കൊണ്ട് എത്ര രൂപ ഒരു കളിക്കാരന് കിട്ടും മാക്സിമം? സുരേന്ദ്രൻ പറഞ്ഞുകൊടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. സുരേന്ദ്രൻ പറഞ്ഞ് 13 വയസ്സ് 16 വയസ്സൊക്കെ ആകുമ്പോൾ 600-ഉം 700-ഉം കളിക്കാരൻ സെലക്ഷൻ വരുന്നു. സീനിയർ ഡിസ്ട്രിക്ട് വരുമ്പോൾ കളിക്കാരൻ സെലക്ഷന് പോകുന്നില്ല. എന്തുകൊണ്ട്? അത് നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്. സ്വന്തമായിട്ട് കീശ വീർപ്പിക്കാൻ പറ്റിയ സാഹചര്യമാണ് ആ കളിക്കാരനുള്ളത്. അവിടെ പോയി സന്തോഷ് ട്രോഫി കളിച്ചിട്ട് ജോലി കിട്ടാനില്ല, എന്താണ് അതിന് പോകേണ്ടതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നുള്ള മനസ്സിലാക്കി. അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മലപ്പുറത്തുകാരുടെ ഫുട്ബോൾ മത്സരം അല്ലെങ്കിൽ ഫുട്ബോൾ ആവേശം 15 വയസ്സ് വരെ ഗ്രൗണ്ടിലും 15 വയസ്സ് കഴിഞ്ഞാൽ ടിവിയുടെ മുമ്പിൽ മാത്രം. മലപ്പുറത്തുകാരുടെ കേരളത്തിലെ ഏറ്റവും നല്ല ജില്ല മലപ്പുറം ജില്ലയാണ്. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഒരു ജീവനാണ്, അതാ മനസ്സിലാക്കേണ്ടത്. കേരള ഫുട്ബോൾ അസോസിയേഷന് വരെ ധനസഹായം ചെയ്യാൻ കഴിവുള്ള ഒരു ജില്ല ഇന്ന് കേരളത്തിലുള്ള മലപ്പുറം ജില്ലയാണ്. അല്ലാണ്ട് വേറെ ആർക്കും കഴിയില്ല. കാരണം അവർ ഈ സെവൻസിൻ്റെ ഒരു ഭാഗം KFA നമ്മളുടെ ഈ അസോസിയേഷനെ യോജിച്ച് പ്രവർത്തിച്ചു പോയാൽ KFAക്കോ ഈ സംസ്ഥാനത്തിനോ തന്നെ നല്ലൊരു അടിത്തറ ഉണ്ടാക്കാൻ, സാമ്പത്തികമായ അടിത്തറ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് മലപ്പുറം ജില്ല. ഈ സെവൻസിൽ ഇപ്പോഴത്തെ കേരള പോലീസ് റിപ്പോർട്ടുണ്ട്, ഇന്ത്യൻസ് റിപ്പോർട്ട് പ്രകാരം മലബാർ മേഖലയിൽ നടക്കുന്ന ലോക്കലായിട്ടുള്ള സെവൻസ് ഫുട്ബോളിൽ നിന്നുണ്ടാകുന്ന വൈരാഗ്യവും അക്രമത്തിൽ കിടക്കുന്നത് ഈ ടൈമിൽ പിന്നെ കേരള പോലീസ് ഗവൺമെൻറ് കൊടുത്ത റിപ്പോർട്ടാണ്. അപ്പോൾ ഈ KFA എപ്പോഴും സെവൻസിനെ മാത്രമാണ് ലോക്കലിൽ മാത്രം പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇത് ക്ലബ്ബുകൾ നടത്തുക, അതിൻ്റെ പൈസ ഉണ്ടാക്കുക, ആ ക്ലബിന് സാമ്പത്തിക വരുമാനം മാത്രം നോക്കുകയാണ്. എനിക്കിത് ബാബാന്റെ സെക്രട്ടറിയും കൂടിയല്ലേ സെവൻസിന്റെ. ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ അത് ശക്തമായും വളരെ ഗുരുതരമായ ആരോപണമാണ്. പ്രത്യേകിച്ച് ഫുട്ബോൾ മത്സരം രണ്ട് വൈരാഗ്യത്തിന് ഉണ്ടാക്കുന്ന സംഭവമല്ലല്ലോ. ഞാൻ അത്തരം ഒരു ആരോപണം ഞാൻ നിഷേധിക്കും. കാരണം അതിന് ഒരു കാരണം, ഒരു ഫുട്ബോൾ പ്ലെയർ പറഞ്ഞാൽ അദ്ദേഹത്തിന് ഏറ്റവും വേണ്ടത് എനർജറ്റിക്കാണ്. ഇപ്പോൾ ഈ എനർജറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി രൂപപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് മതിയായ ഫുഡ് കഴിക്കണം. നമ്മുടെ പിന്നെ അസോസിയേഷൻ KFA ആയാലും കൊടുക്കുന്ന ബത്തകളിൽ കൂടുതൽ വർധനവ് വരുത്തണം. വളരെ തുച്ഛമായ ബത്ത കൊടുക്കുകയും, ഈ ഞാൻ കളിക്കുന്ന കാലത്ത് എനിക്ക് 30 രൂപ ബത്ത കിട്ടിയിരുന്നത്, അതിൽ 10 രൂപ ഭക്ഷണം കഴിക്കും, 20 രൂപ കീസിയിലിടും. ഈ 10 രൂപൻ്റെ എനർജി എൻ്റെ അടുത്തുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ പോകുന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ ഇവിടെ ഇദ്ദേഹം സൂചിപ്പിച്ചൊരു ആരോപണമുണ്ട്, ഈ സെവൻസ് ഫുട്ബോൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ലോക്കൽ തലങ്ങളിൽ വൈരാഗ്യം കൂടുന്നുവെന്നും. ലോക്കൽ തലങ്ങളിൽ വൈരാഗ്യം കൂടുന്നില്ല എന്ന് മാത്രമല്ല, ഫുട്ബോൾ എന്ന ഒരു സംഭവം ഇവിടെ നടക്കുന്നത് കൊണ്ടാണ് പരസ്പര സഹോദര്യം, ബന്ധങ്ങൾ, ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പ്, എല്ലാ കാര്യങ്ങളും. മലബാർ മേഖലയിൽ നിങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥനാണോ? ഫുട്ബോൾ അങ്ങനെ ഒരു റിപ്പോർട്ട്, പല പ്രശ്നങ്ങളും പുറത്ത് വ്യക്തി വൈരാഗ്യങ്ങള്, പ്രശ്നങ്ങള്. ഹലോ, അരീക്കോട് 2 കൊലപാതകം, ഈ അരീക്കോട് തന്നെ പറയണേ, വ്യക്തി വൈരാഗ്യം, കുടുംബ വൈരാഗ്യം എല്ലാം ഉണ്ടാക്കിയാണ് ഈ ലോകം. അങ്ങനെയാണെങ്കിൽ യാതൊരു താല്പര്യമില്ല. പരിപാടി പുതിയ കുട്ടികളെ ഇത് ആധികാരികമായി പറയുന്നതാണോ? അതായത് ഫുട്ബോൾ മത്സരം നടത്തുക, അതിനുശേഷം കാശ് വാങ്ങിക്കുക, ടൂർണമെന്റ് നടത്തുക, ലാഭവീതം കൊണ്ട് എല്ലാ ക്ലബ്ബുകളും ടൂർ പോവുക. മഞ്ചേരി ഇപ്പോ 2 ക്ലബ്ബുമാർ നടത്തിന് വേറെ ക്ലബിന് അംഗീകാരമില്ലാത്ത ആളുകൾക്ക് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുന്നവരാണ് പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. കിട്ടുന്ന കാശ് കൊണ്ട് ആ ഫുട്ബോൾ പ്രോഗ്രാം കഴിഞ്ഞാൽ മേലെ പിന്നെ ടൂർ പോവുക, വിത്ത് ഫാമിലി ഒക്കെ പോകുന്നു ഇവിടുന്ന്. അല്ലാതെ അടുത്ത ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ടാക്കിയാണ് കുറച്ച് ആളുകൾ പരിശീലനം കൊടുക്കുന്ന പരിപാടി ഇവിടെ ഇല്ല. അങ്ങനെയാണോ ബാബാ? അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ പറഞ്ഞായിരിക്കാം. നിരവധി നിങ്ങൾക്കറിയാം, MSP ട്രോഫി പോലുള്ള ഒരുപാട് ടൂർണമെന്റുകൾ ഇവിടെ നടക്കുന്നുണ്ട്, ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനം നടക്കുന്നുണ്ട്. കുറിച്ച് ബോധവാനല്ല, അതുകൊണ്ടാണ് നിരവധി കുടിവെള്ള പ്രശ്ന പദ്ധതികള്, കുടിവെള്ളം, മറ്റുള്ള കാര്യങ്ങള്, പഠനോപകരണങ്ങള്, പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾ ഈ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. അത് ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. ടൂർ പോകുന്നുണ്ടാവാം, ടൂർ ഫുട്ബോൾ നടത്തിയോണ്ട് മാത്രം പോകുന്നതല്ല. ടൂർ വ്യക്തിപരമായിട്ട് വീടുകളിൽ നിന്ന് ടൂർ പോകും, അത് അവനാന്റെ കാര്യങ്ങളാണ്. അസോസിയേഷൻ ടൂർ പോകുന്നുണ്ട്.
പുതിയ 2 കുട്ടികളെ കൊണ്ടുവന്നാണ്ട് പന്ത് വാങ്ങിക്കൊടുക്കാണ്ട് തട്ടി പഠിപ്പിച്ചല്ലേ പരിപാടി. കൺവെൻഷൻ നടത്തുക, ക്ലബിന് മെമ്പർമാർ, എന്നിട്ട് വുഡ്ബേയിൽ ബ്രോസ്റ്റ് വാങ്ങിക്കൊടുക്കുക. പോരാത്ത ഓരോ മെമ്പറെ വീട്ടിലേക്ക് ഓരോ ബ്രോസ്റ്റിന്റെ പാക്കറ്റും. ഒരു പന്തെടുക്കാതെ കുട്ടികൾ പന്തില്ലേ വാങ്ങിക്കൊടുക്കുന്ന പരിപാടി നമ്മുടെ ക്ലബ്ബുകാർക്കില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ശ്രീ സുരേന്ദ്രൻ സൂചിപ്പിച്ച പോലെ ഒരു പരിധിവരെ നമ്മുടെ പ്രേക്ഷകർ സൂചിപ്പിച്ച പോലെ സീനിയർ കളിക്കാർ വരാത്തതിന്റെ കാരണം വ്യക്തമായി. ഞാനും ഭാവിയും ഈ സംഘടനന്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളാണ്. ഞങ്ങൾ അസോസിയേഷനിൽ നടത്തുന്ന ടൂർണമെന്റ് കമ്മിറ്റി ലാഭം കിട്ടിയാൽ ടൂർ പോകുന്ന കമ്മിറ്റിക്ക് ഞങ്ങൾ ടൂർണമെന്റ് അനുവദിക്കാറില്ല. ഉണ്ട് കമ്മിറ്റി, ഞങ്ങൾ ശക്തമായ കമ്മിറ്റി വർക്ക് വെക്കില്ലേ, ശക്തമായ കമ്മിറ്റി നിലവിലുണ്ട്. അതിന് ലാഭം കിട്ടിയാൽ ഇത്ര ശതമാനം. ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ, ഈ ടൂർണമെന്റിന്റെ ലാഭം കിട്ടുന്നത് കൊണ്ട് ഈ കൺവെൻഷൻ നടത്താനും കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതും അതിന് ശരിയായ ഇല്ല, ഞങ്ങളിലില്ല. അത് ലോക്കൽ ടൂർണമെന്റ് അദ്ദേഹം പറഞ്ഞിട്ടില്ലേ. ഞങ്ങൾ അസോസിയേഷൻ നടത്തുന്ന ടൂർണമെന്റിൽ ഞങ്ങൾ ലോക്കൽ ടൂർണമെന്റ് നടത്തുന്നില്ല. നമ്മൾ അഖിലേന്ത്യാ ഇല്ല, ഞങ്ങൾ അഖിലേന്ത്യാ ടൂർണമെന്റ് കമ്മിറ്റിയിലെ ഒരു അംഗമാണ്. അരീക്കോട് തട്ടമ്മൽ ഫുട്ബോൾ കമ്മിറ്റിയിലെ ഒരു അംഗമാണ് ഞാൻ. പാലറ്റീവിനും സെപ്റ്റിനും തട്ടമ്മൽ സോക്കർ അക്കാദമിക്കും വേണ്ടിയിട്ടാണ് അവിടുത്തെ ഫുട്ബോളിന്റെ പൈസ ചെലവഴിച്ചത്. ബാക്കി സംഖ്യ വരുന്നത് അവിടെ ഗ്രൗണ്ട് വികസനത്തിന് മാത്രം ചെലവഴിച്ചാണ്. നമ്മൾ വളരെ വളരെ ഭംഗിയായിട്ട് എനിക്ക് പറയാനുള്ള അവസരം. 2 ആഴ്ച മുന്നേ തോന്നുന്നു, ക്ലബിന്റെ പേര് ഞാൻ പറഞ്ഞില്ല, ഒരു മെമ്പർ വീട്ടിലേക്ക് 4 ബിരിയാണി വെച്ച് കൊടുത്തിട്ടുണ്ട്. മെമ്പർ ആ കൺവെൻഷന് പങ്കെടുത്തിട്ടില്ല, വീട്ടിലേക്ക് ബിരിയാണി എത്തിക്കണം. കുടുംബത്തിനും സ്റ്റാമിന വന്നോട്ടെ, പ്രശ്നമല്ല. ഇവിടെ ചോദിക്കാനുള്ളത്, പൊളിറ്റിക്കൽ റെക്കമെൻഡേഷൻ ബോർഡ് ചെയർമാൻ എന്നുള്ള നിലക്കോ നിങ്ങൾക്കോ വന്നിട്ടുണ്ടോ? നിങ്ങളെ സ്വീകരിച്ചില്ല എന്ന് നിങ്ങൾക്ക് തറപ്പിച്ച് പറയാൻ പറ്റുമോ? ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ആയിട്ട് ഇവിടെ ആരെങ്കിലും പറയാനില്ല അന്ന് ഞാൻ ഈ പരിപാടി നിർത്തും. അല്ല, ചോദ്യം അതല്ല. നിങ്ങളിപ്പോൾ ഒരു ചെയർമാൻ ആകുമ്പം നിങ്ങളെ ബാക്കിൽ നിന്ന് ചെയ്യാൻ, ചെയർമാൻ ആക്കാൻ പല രാഷ്ട്രീയ പാർട്ടിക്കാരും നിങ്ങളെ പിന്താങ്ങി ഉണ്ടാവും. ആ രാഷ്ട്രീയ പാർട്ടിക്കാരെ റെക്കമെൻഡേഷൻ നിങ്ങൾക്ക് തള്ളാൻ കഴിയുമോ? അങ്ങനെ ഒരു പിന്തുണയോടെയുള്ള ഞാൻ കേരള ഫുട്ബോൾ ട്രസ്റ്റായിട്ട് ഇരിക്കുന്നത്. ഒരു വിധത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലും കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ്റെ ടീമുകളുടെ സെലക്ഷൻ ഉണ്ടാവാറില്ല. അല്ല, ഈ ചോദ്യം വന്ന സ്ഥിതിക്ക് നമുക്ക് പ്രേക്ഷകരുടെ അടുത്തൊന്ന് തറപ്പിച്ച് പറയാൻ പറ്റുമോ, KFAയുടെ പിന്നിൽ ഒരു രാഷ്ട്രീയ സമ്മർദ്ദവും ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ടീം സെലക്ഷനും മറ്റുള്ള കോച്ചിങ് ക്യാമ്പിലേക്കുള്ള സെലക്ഷനുകളിലും ഒരു രാഷ്ട്രീയ സ്വാധീനവും ഏൽക്കാറില്ല. DFAയിലെ സുരേന്ദ്രനോടാണ്. കാരണം ഇവരും പിന്നെ അതേമാതിരി ബാവ സൂപ്പർ ഇവരൊക്കെ സ്വന്തമായിട്ട് ക്ലബ്ബുകൾ നടത്തുന്ന ഇവരിതിൻ്റെ പിന്നെ അതോറിറ്റിയായിട്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഇൻ്റർനാഷണൽ കളിക്കാരൊക്കെ വളർന്നു വന്നിട്ടുള്ള ഒരു ജില്ലയാണ് നമ്മൾ. നിങ്ങൾ സ്വന്തം ക്ലബ്ബുകളെ മാത്രം വളർത്തുകയും എന്തുകൊണ്ട് ഒരു മലപ്പുറം FC എന്നൊരു ക്ലബ്ബ് നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു ഉള്ള കളിക്കാരെ ഉയർത്തിക്കൊണ്ടുവന്ന് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾ താല്പര്യം ചെയ്യുന്നില്ല? ഇപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞു കൗമുദി ട്രോഫിയിൽ കളിച്ചു, മങ്കട മൂപ്പര പ്രദേശത്തുള്ള ഒരു ടൂർണമെൻറ്റിലെ കളിക്കാരായിട്ട് ഇതാക്കിയത്. എന്തുകൊണ്ടാണ് മലപ്പുറത്തിൻ്റെ പേരിൽ മലപ്പുറം FC എന്നൊരു ടീമിനെ നിങ്ങൾ വാർത്തെടുക്കാത്തത്? എന്ത് സാധ്യതയുണ്ടോ? സാധ്യത അദ്ദേഹം ചോദിച്ച ക്വസ്റ്റ്യൻ വളരെ നല്ല ക്വസ്റ്റ്യനാണ്. അത് സാധ്യതയുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ സാമ്പത്തികമാണ്. ഇപ്പം ഞാനും ഭാവയൊക്കെ കളിച്ചിരുന്ന കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭാവൻ്റെ ടീമിനാണ് കളിച്ചിരുന്നത്. ഏകദേശം വിനേട്ടനറിയാം, 15 വർഷത്തോളം ഞങ്ങൾ കളിച്ചു. 15 വർഷം കളിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്കൊക്കെ അന്ന് കിട്ടിയിരുന്ന ആ ചെറിയ സാമ്പത്തിക സഹായം മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ മാതിരിയല്ല. ഇന്ന് നമ്മളൊരു കളിക്കാരനെ വിളിച്ചാൽ അവൻ എത്ര പൈസ കൊടുക്കണമെന്ന് ഞാൻ പറയേണ്ടത് ഇവർക്കറിയാം, ഞാൻ പറയണില്ല. അപ്പോൾ സാമ്പത്തികം തന്നെയാണ് പ്രശ്നം. ഈ മലപ്പുറം ജില്ലയിലെ എ ഡിവിഷൻ ലീഗിൽ പോലും നാട്ടിലുള്ള കളിക്കാർക്ക് പൈസ കൊടുത്തേ കളിപ്പിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഈ 2000 എ ഡിവിഷൻ ലീഗിന് നമ്മളിപ്പോൾ ഒരു കളിക്കാരന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു മലപ്പുറം FC എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? നമുക്ക് എങ്ങനെ കഴിയും? ശ്രീ ഭാസി, കേട്ടത് ശരിയാണെങ്കിൽ ന്യൂകാസിൽ ടീം ബ്രിട്ടനിൽ വിലയ്ക്ക് വാങ്ങിയതൊരു മലയാളിയാണ്. മലയാളിക്ക് പറ്റും വേണ്ടി വന്നാൽ. പക്ഷേ ഈ ഒരു മലബാർ ഫുട്ബോൾ ക്ലബ്ബ് ഉണ്ടാക്കാനുള്ള ഇദ്ദേഹത്തിൻ്റെ ഒരു സ്വാഭാവികമായൊരു ചോദന, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് മലയാളികളായ ആളുകൾക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ട്? ഇപ്പോഴും എൻ്റെ സുഹൃത്ത് പറഞ്ഞൊരു സജഷൻ്റെ വേറൊരു ഭാഗം അങ്ങോട്ട് ചോദിക്കുകയാണ്. ചോദ്യമല്ല, സജഷൻ അങ്ങോട്ട് പറയുന്നു. അതായത് മലപ്പുറം FC എന്നുള്ള ഒരു ഫുട്ബോൾ ക്ലബ്ബ് ഉണ്ടായി കാണണം എന്നുള്ളൊരു ഫുട്ബോൾ പ്രേമിയാണ് ഞാൻ. കാരണം ഇവിടെ മലപ്പുറം സംഭാവന ചെയ്ത ഏറ്റവും വലിയ ഒരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു മലപ്പുറം മൊയ്തീൻകുട്ടി. അപ്പോൾ മലപ്പുറം FC എന്നുള്ള ഒരു ഫുട്ബോൾ ടീം ഉണ്ടാവുകയാണെങ്കിൽ അത് മലപ്പുറം എന്നുള്ള പേര് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ സ്പോൺസർഷിപ്പ് ഉണ്ടാക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ള
വളരെ പെട്ടെന്ന് ക്രിക്കറ്റ് പോലുള്ള എല്ലാ ഗെയിംസിനും നല്ല സ്പോൺസർഷിപ്പ് ഉണ്ട്. പക്ഷെ നമ്മുടെ കാൽപന്ത് കളിക്ക് മാത്രം എന്തുകൊണ്ട് ആരും സ്പോൺസർ ചെയ്യുന്നില്ല? ഈ ചോദ്യം പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു കാര്യം ബോധ്യമായിട്ടുണ്ടാവും. ഒരുപക്ഷെ സ്പെയിനിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ സ്പാനിഷ് ലീഗ് ഇവിടെ മലബാറിൽ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇറ്റലിയിലുള്ളതിനേക്കാൾ ആളുകൾ ഇറ്റാലിയൻ ലീഗിനെ ഇവിടെ ഇഷ്ടപ്പെടുന്നുണ്ട്. യൂറോപ്പിലുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ യൂറോ കപ്പിനെ ഇവിടെ സ്വീകരിക്കുന്നുണ്ട്. ഇതാണ് മലയാളിയുടെ മനസ്സ്, മലബാറിൻ്റെ ഹൃദയം, മലബാറിൻ്റെ മതം. അത് ഫുട്ബോൾ തന്നെയാണ്. അവിടെ മഞ്ചേരിയിൽ ഈ സ്റ്റേഡിയം എത്തുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളാണ് ആദ്യത്തെ പന്തിരുളുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത്. പ്രതീക്ഷകൾ പൂവണിയട്ടെ. ശത്രുരാജ്യത്തിൻ്റെ ഗോൾമുഖത്തേക്ക് ഇന്ത്യയുടെ കാൽപന്തിൽ നിന്ന് ഒരു പന്ത് തുറച്ചു കയറുന്നത് നമുക്ക് പ്രതീക്ഷയോടെ സ്വപ്നം കാണാം. വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ കൊടിപിടിക്കാനുള്ള ഭാഗ്യം എന്നോ ഭാരതീയനുണ്ടാവുന്നു, അന്നേ ഇവരുടെ സ്വപ്നങ്ങൾ പൂവണിയും. ആ സ്വപ്നങ്ങളിലേക്ക് നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. വീണ്ടും മറ്റൊരു അധ്യായത്തിൽ കണ്ടുമുട്ടാം, മറ്റൊരു വിഷയവുമായി. അതുവരെ നന്ദി, ശുഭരാത്രി, സുഖനിദ്ര.